കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ശക്തിയോടെ അധരങ്ങൾ തുറന്ന് ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, ഇനിയുള്ള എല്ലാ ശുശ്രൂഷകളും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ആത്മാവിൻ്റെ വലിയ നിറവിന് വേണ്ടി ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വചനം പങ്കുവയ്ക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈശോയെ, ഈ നിമിഷം പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി നിൻ്റെ മേൽ ആവസിക്കുമെന്നുള്ള വചനത്തിൻ്റെ വലിയ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരിലേക്ക് നിറയുവാൻ വേണ്ടി, പ്രത്യേകിച്ച് വചനം പങ്കുവയ്ക്കുന്ന സഹോദരനിലേക്ക് നിറയുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടി ഈ വചനത്തിന് ശക്തമായ അഭിഷേകം നിറയാൻ ആഗ്രഹിച്ച് ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ രണ്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മേ, ഈ നിമിഷം അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പാവനാത്മാവേ പറന്നിറങ്ങണമേ, പാവനാത്മാവേ പറന്നിറങ്ങണമേ. സ്തുതിക്കുവാൻ, പാടുവാൻ, പുകഴ്ത്തുവാൻ, നയിക്കുവാൻ. സ്തുതിക്കുവാൻ, പാടുവാൻ, പുകഴ്ത്തുവാൻ, നയിക്കുവാൻ. പാവനാത്മാവേ പറന്നിറങ്ങണമേ, പാവനാത്മാവേ പറന്നിറങ്ങണമേ. ഒന്നുകൂടി പാടുവാൻ, പുകഴ്ത്തുവാൻ, നയിക്കുവാൻ. സ്തുതിക്കുവാൻ, പാടുവാൻ, പുകഴ്ത്തുവാൻ, നയിക്കുവാൻ. പാവനാത്മാവേ പറന്നിറങ്ങണമേ, പാവനാത്മാവേ പറന്നിറങ്ങണമേ, പാവനാത്മാവേ നല്ലവണ്ണം കൈയടിച്ച് 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 പരിശുദ്ധാത്മാവേ നിറയണമേ 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 നിറയണമേ. അഭിഷേകത്താൽ നിറയണമേ. ശക്തമായിട്ട് സ്വതന്ത്രമായിട്ട് കൈയടിച്ച് മഹത്വം കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന ആരാധന ആരാധന. പറന്നിറങ്ങണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നല്ലവണ്ണം കൈയടിച്ചു കേട്ടോ. നല്ലവണ്ണം കർത്താവിന് മഹത്വം കൊടുത്തു. കർത്താവ് നല്ലവണ്ണം നമുക്ക് ആരാധിക്കുന്ന സമയത്ത് നല്ല ശക്തമായിട്ട് ഉണർവോട് കൂടി വേണം ആരാധിക്കാൻ. ഹല്ലേലൂയ പറയുമ്പോഴും അതുപോലെ തന്നെയാണ് ഹല്ലേലൂയ പറയേണ്ടത്. നിങ്ങളാണ് ശക്തമായിട്ട് ഹല്ലേലൂയ പറയേണ്ടത്. ഉറക്കെ പറഞ്ഞേ, ചേച്ചിമാർ പറഞ്ഞേ, ചേട്ടന്മാർ നമ്മൾ പറഞ്ഞേ പറഞ്ഞേ. ഇങ്ങനെയാണോ ഇവർ പറയുന്നത്? നിങ്ങളൊന്ന് കേട്ടേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ കേട്ടോ. അതുപോലെയെങ്കിലും പറ, പകുതിയെങ്കിലും പറ ഹല്ലേലൂയ. എപ്പോഴെങ്കിലും കയറി വരുമെന്ന് വിചാരിക്കാം കേട്ടോ. ഇരുന്നാട്ടെ. പരിശുദ്ധ പരമാദിവികാനത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാനത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാനത്തിന് നേരവും ആരാധനയും സ്തുതിയും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണം. അമ്മേ, ഞാൻ നിങ്ങളൊന്ന് ഉണരാൻ വേണ്ടി, ഒന്ന് ഫ്രീ ആകാൻ വേണ്ടി പറയാം. അടുത്തിരിക്കുന്ന 2 പേർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരാൻ പോവാന്ന് പറഞ്ഞേ. അഭിഷേകം വരാൻ പോവാ. ഒന്നോട് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരാൻ പോവുക. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. നിങ്ങൾ എന്ത് പറയുന്നുവോ അത് നടക്കുമെന്നുള്ള ഉറപ്പിന്മേലാണ് പറയേണ്ടത് കേട്ടോ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് സംഭവിച്ചിരിക്കും. വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപറയുമ്പോൾ അത് ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കും. അതുകൊണ്ടാണ് യേശുവേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം ഏറ്റുപറയുക ചെയ്യുന്നത്. യേശുവിൻ്റെ മുഴുവൻ ഗുണങ്ങളും, യേശുവിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും, യേശുവിൻ്റെ മുഴുവൻ ശക്തിയും യേശുവേ എന്ന് വിളിക്കുന്ന സമയത്ത് നമ്മൾ വന്ന് നിറയാൻ തുടങ്ങും. ഹല്ലേലൂയ.
അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ സിസ്റ്റർ പറഞ്ഞ ആ വചനം തന്നെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. 1 അധ്യായം 8 വാക്യം നിങ്ങൾക്കറിയാവുന്നതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ഭൂമിയുടെ അതിരുകൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായി മാറും. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ദൈവത്തെ സ്തുതിക്കുമ്പോഴുണ്ടാകുന്ന വലിയൊരു അനുഭവം, ഒന്ന്, സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയും 120 ശിഷ്യന്മാരും ഒരുമിച്ചിരുന്ന് സെഹിയോൻ മാളികമുറിയിൽ ഒരുമിച്ചിരുന്ന് 10 ദിവസം സദാസമയവും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കൊടുങ്കാറ്റിൻ്റെ ശക്തിയിലും തീനാവിൻ്റെ രൂപത്തിലും ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മുടെ ആത്മാവ്, മനസ്സ്, ശരീരം, കുടുംബം എല്ലാ മേഖലയിലും ആത്മാവിൻ്റെ ശക്തി വന്ന് നിറഞ്ഞ് നമുക്ക് വിടുതൽ തരും ആ സമയത്ത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ മേൽ മാത്രമല്ല, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, എല്ലാ തലങ്ങളിലും പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കുകയും എല്ലാ തലങ്ങളിലും നമുക്ക് വിടുതൽ തരികയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ഹല്ലേലൂയ എന്ന പദം പറഞ്ഞുകൊണ്ട്, യേശുവേ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് പിതാവായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൊടുങ്കാറ്റിൻ്റെ ശക്തി, തീനാവിൻ്റെ രൂപം അവരുടെ മേൽ ആത്മാവ് ഇറങ്ങി വന്ന ആ രൂപത്തിലാണ് ഇറങ്ങി വരുന്നത്. ഇന്ന് ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേലും നിങ്ങളുടെ ആത്മാവിലും നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും കുടുംബത്തിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ വിടുതൽ നമ്മൾ അനുഭവിച്ചറിയാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വന്നാലുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ജനത്തെയും അടിമുടി മാറ്റി മറിച്ചിട്ടേ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ വിടത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലഘട്ടം പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ്. പിതാവായ ദൈവത്തിൻ്റെയും യേശു കർത്താവിൻ്റെയും അടങ്ങാത്ത ദാഹമാണ് മുഴുവൻ ജനങ്ങളും പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്ന്, സഭ മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്ന്, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് കവിയണമെന്ന് പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങൾ ഇന്നലെയൊക്കെ ധ്യാനത്തിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവ് നിറയേണ്ടതിൻ്റെ ആവശ്യകത, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നമ്മളെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിനൊരു വ്യക്തി എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ അതിന് വർണ്ണവർഗ വ്യത്യാസമൊന്നും പരിശുദ്ധാത്മാവിനില്ല, പ്രായം കൂടുതലോ കുറവോ ഒന്നും പരിശുദ്ധാത്മാവിനില്ല. പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന വ്യക്തി വിശുദ്ധമായിരിക്കണമെന്ന് മാത്രമേ പരിശുദ്ധാത്മാവിന് നിർബന്ധമുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. കാരണം നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മളെ ശക്തിപ്പെടുത്താൻ വരുന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധ ആത്മാവാണ്. അതുകൊണ്ട് അശുദ്ധിയായിട്ട് യാതൊരു ബന്ധവുമില്ല പരിശുദ്ധാത്മാവിന്. നിങ്ങൾ വലിയൊരു ഉയർന്ന ഗ്രൂപ്പാണ്, അതുകൊണ്ട് ഒത്തിരി വിശദീകരണമില്ല. നട്ടുച്ചയും അർദ്ധരാത്രിയും ഒന്നിച്ച് നിൽക്കാത്തതുപോലെ പരിശുദ്ധാത്മാവും അശുദ്ധാത്മാവും ഒരുമിച്ചൊരു മനുഷ്യന് പ്രവർത്തിക്കത്തില്ല. നട്ടുച്ചയും അർദ്ധരാത്രിയും ഒരുമിച്ച് നിൽക്കാത്തതുപോലെ പരിശുദ്ധാത്മാവും അശുദ്ധാത്മാവും ഒരു വ്യക്തിയിൽ ഒരു സമയത്ത് നിൽക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളെ വിശുദ്ധീകരിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നേരത്തെ തന്നെ പ്രവർത്തിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന്, നിങ്ങൾ എന്തായിരിക്കുന്നു എന്നുള്ളതല്ല ദൈവത്തിൻ്റെ വിഷയം, നിങ്ങളെ എന്താക്കാമെന്ന് കണ്ടുകൊണ്ടാണ് ദൈവം ഇവിടെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സമയം വരെ ആരായിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല, ഇപ്പോഴുള്ള എത്ര കുറവുകളുള്ള വ്യക്തികളാണെന്നുള്ളത് ദൈവത്തിന് പ്രശ്നമല്ല, നിങ്ങളുടെ ബലഹീനത ദൈവത്തിൻ്റെ ഒരു വിഷയമല്ല. പക്ഷേ ദൈവം നിങ്ങളെ മറ്റൊരവസ്ഥയിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ടാണ് തൻ്റെ ആത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കാൻ പോകുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെ വന്നതിനേക്കാൾ 10 ഇരട്ടി ശക്തിയിൽ ദൈവം നിങ്ങളെ നിറയ്ക്കും ഈ സമയത്ത്. ആദിമ നൂറ്റാണ്ടിൽ സെഹിയോൻ മാളികമുറിയെ ഇളക്കി മറിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും ഇറങ്ങി വന്ന നിങ്ങളെ അടിമുടി നിറയ്ക്കാൻ പോവുകയാണ്. ആത്മാവിൽ നിറയ്ക്കാൻ പോവുകയാണ്, മനസ്സിൽ നിറയ്ക്കാൻ പോവുകയാണ്, ശരീരത്തിൽ നിറയ്ക്കാൻ പോവുകയാണ്, അസ്ഥിയിൽ നിറയ്ക്കാൻ പോവുകയാണ്, മജ്ജയിൽ നിറയ്ക്കാൻ പോവുകയാണ്, രക്തത്തിൽ നിറയ്ക്കാൻ പോവുകയാണ്, രക്തധമനിയിൽ നിറയ്ക്കാൻ പോവുകയാണ്, ആത്മാവിൽ നിറയ്ക്കാൻ പോവുകയാണ്, സെല്ലുകളിൽ നിറയ്ക്കാൻ പോവുകയാണ്, ജീനുകളിൽ നിറയ്ക്കാൻ പോവുകയാണ്, മുഴുവൻ മേഖലയിൽ നിറയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ.
ഇരട്ടി പങ്ക് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം കേട്ടോ. ഞാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായൊരു പവർ, ഇരട്ടി പങ്ക് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളണം. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ രക്തത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ഹാർട്ടിൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ലങ്സിൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. നിങ്ങളുടെ ശരീരത്തിനകത്തും പുറത്തുമുള്ള മുഴുവൻ രോഗങ്ങളെയും സ്തുതിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിന് കത്തിച്ച് കളയാൻ പറ്റും. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. എത്ര പഴക്കമുള്ള രോഗങ്ങളും എത്ര മാരകമായ രോഗങ്ങളും പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാൽ പിതാവായ ദൈവത്തിന് കത്തിച്ചു കളയാൻ പറ്റും. ഹല്ലേലൂയ. ഞങ്ങളുടെ രൂപതയിൽ കുറവങ്ങാട് പള്ളിയിലെ ഇടവകയിൽ താഴെയായിട്ട് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ തന്നെ CMC-ക്കാരുടെ തന്നെ മഠമുണ്ട്. അവിടെ ഇപ്പോൾ ഒരു 80 വയസ്സോളം പ്രായമുള്ള ഒരു സിസ്റ്ററുണ്ട്. സിസ്റ്റർ അക്വിലീന എന്നാണ് സിസ്റ്ററിൻ്റെ പേര്. സിസ്റ്ററിനൊരു 30 വർഷം മുമ്പ് ശരീരം മുഴുവൻ വേദനയായിരിക്കുന്ന സമയത്ത്, ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ, വേദനയായിരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടാകുന്ന സിസ്റ്റേഴ്സ് എല്ലാം കൂടി ആശുപത്രിയിൽ പോയി ഒത്തിരി ടെസ്റ്റ് നടത്തി പരിശോധിച്ച് ബ്ലഡൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ബ്ലഡിൻ്റെ അകത്ത് ബ്ലഡ് ക്യാൻസറാണ്. ഓൾറെഡി ഏതാനും ദിവസം മാത്രമേ സിസ്റ്റർ ജീവിക്കുകയുള്ളൂ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ എപ്പം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആത്മാവ് ഇറങ്ങി വരും. അത് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നോണം കേട്ടോ. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നല്ല ഡോക്ടർമാർ പറഞ്ഞു വളരെ ദിവസങ്ങൾ മാത്രമേ സിസ്റ്റർ ജീവിക്കത്തുള്ളൂ. അങ്ങനെ മഠത്തിലേക്ക് തിരിച്ചു വന്ന് ഓരോ ദിവസം കഴിയുന്തോറും സിസ്റ്ററിൻ്റെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ മോശമാകാൻ തുടങ്ങി. ആ സമയത്ത് ഒരമ്മച്ചി ആ മഠത്തിൽ കൊണ്ടുപോയി ഒരു വചനോത്സവം മാസിക കൊണ്ട് കൊടുത്തു. ആ മാസിക വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗികൾ സൗഖ്യപ്പെട്ടതും വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികളെ ഈശോ സൗഖ്യപ്പെടുത്തിയതും എല്ലാം ഈ സിസ്റ്ററിന് കാണാനിടയായി. അത് വായിച്ചിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചു. സിസ്റ്റർ മദറിനോട് പറഞ്ഞു, മദറെ, എനിക്ക് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഡിവൈനിൽ കോട്ടയിൽ കൺവെൻഷൻ നടക്കുകയാണ് 5 ദിവസത്തെ, എനിക്ക് അതിൽ പോയി അറ്റൻഡ് ചെയ്യണം. ആ കൺവെൻഷനിൽ പോയി അറ്റൻഡ് ചെയ്യുമ്പോൾ രോഗികളുടെ ടെൻറ്റിൽ സിസ്റ്റർ ഇങ്ങനെ കിടക്കുകയാണ്. അതുപോലെ ധാരാളം രോഗികളുണ്ട്. ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കുമറമ്പിൽ അച്ഛൻ അതിൻ്റെ 3-ാമത്തെ 4-ാമത്തെ ദിവസം ഇങ്ങനെ സ്തുതിപ്പിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ അങ്ങനെ ക്ലാസ് എടുക്കുക. അച്ഛൻ പറഞ്ഞിങ്ങനെ, ഒരു മനുഷ്യൻ അവൻ്റെ വേദനയിൽ, സങ്കടങ്ങളിൽ, നിസ്സഹായ അവസ്ഥയിൽ, എല്ലാവരും തള്ളിക്കളയപ്പെട്ട അവസ്ഥയിൽ, മനസ്സ് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ, ഇനി രക്ഷയില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ ദൈവത്തെ 2 കരങ്ങൾ ഉയർത്തി എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് മനസ്സങ്ങ് മറന്നിട്ട് ദൈവത്തെ അങ്ങ് സ്തുതിക്കണം. അങ്ങനെ സ്തുതിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. സ്തുതിക്കുന്ന സമയമാണ് ദൈവത്തിൻ്റെ അത്ഭുത ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ പറഞ്ഞ് ജനത്തോട് സ്തുതിക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തട്ടെ. ആ ജനമെല്ലാം വാർത്ത് സ്തുതിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, അത്ഭുതം ദൈവം തുറക്കാൻ പോവുകയാണ്, അത്ഭുതങ്ങൾ വ്യാപരിക്കാൻ പോവുകയാണ്, നിങ്ങളെല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കണം. ഇപ്പോൾ ഒരു കാര്യം ഓർക്കരുത്, ദൈവത്തിൻ്റെ മുഖം മാത്രം ഓർക്കണം. ശക്തമായിട്ട് നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ പറയുന്ന സമയത്ത്, ജനം ആർത്ത് സ്തുതിക്കുന്ന സമയത്ത് രോഗികളുടെ ടെൻറ്റിൽ കിടക്കുന്ന ഈ സിസ്റ്റർ ഒരു കൈയിൽ മറ്റ് കൈ വെച്ചുകൊണ്ട് പയ്യെ പയ്യെ സ്തുതിക്കാൻ തുടങ്ങി. കാരണം ശരീരത്തിന് ആരോഗ്യമില്ല. കുറേ സമയം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ജനമെല്ലാം സ്തുതിച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുന്ന സമയത്ത്, സ്തുതിച്ച് ആരാധിക്കുന്ന സമയത്ത് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ഉടയവനായ കർത്താവിൻ്റെ ശക്തി ആ ക്ഷീണിച്ചിരുന്ന സിസ്റ്ററിൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്നു. കുറേ സമയം കഴിഞ്ഞ് സിസ്റ്റർ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തനിയെ എഴുന്നേറ്റിരുന്ന് 2 കൈയും ഉയർത്തി ശക്തമായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്ററിനൊരു കാര്യം മനസ്സിലായി. എഴുന്നേക്കാനാവാതെ ഒരു കൈയുടെ മുകളിൽ മറ്റേ കൈ വെച്ച് സ്തുതിച്ചുകൊണ്ടിരുന്ന ഞാൻ സ്വയമേ എഴുന്നേറ്റ് നിന്ന് എപ്പോഴോ എഴുന്നേറ്റ് നിന്ന് ശക്തമായിട്ട് സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ആ കൺവെൻഷൻ കഴിഞ്ഞ് സിസ്റ്റർ നാട്ടിൽ വന്നു. ആ ഏത് ഡോക്ടറാണ് പരിശോധിച്ചുകൊണ്ടിരുന്നത് അതേ ഹോസ്പിറ്റലിൽ ചെന്നു. അവർ വീണ്ടും ടെസ്റ്റൊക്കെ നടത്തി, ഡോക്ടർമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയൊക്കെ നടത്തിയതിന് ശേഷം മദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മദറെ, ഇത് ഞങ്ങൾ ഒരു 2 ആഴ്ച മുമ്പ് കൊടുത്ത സർട്ടിഫിക്കറ്റാണിത്. ഇതിൻ്റെ അകത്ത് ക്യാൻസർ അങ്ങേറ്റത്ത് നിൽക്കുക, ഏതാനും ദിവസം മാത്രമേ ജീവിക്കുകയുള്ളൂ എന്നുള്ള ആ റിസൾട്ടാണ് ഇതിൻ്റെ അകത്തുള്ളത്. പക്ഷേ ഇന്ന് ഞങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് അസാധാരണമായ എന്തോ സംഭവം കാണുന്നു. ഈ എടുത്ത് ഒരൊറ്റ റിസൾട്ടിൻ്റെ അകത്തും ക്യാൻസറിൻ്റെ അണുക്കൾ കാണാനില്ലാത്ത രീതിയിൽ എന്തോ അത്ഭുതം നടന്നിരിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. സ്തുതിച്ച് കയറി വന്നേ, സ്തുതിച്ചേ സ്തുതിച്ചേ സ്തുതിച്ചേ.
നിങ്ങൾ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ രക്തത്തിൻ്റെ അകത്ത് കർത്താവ് പ്രവർത്തിക്കും. നിങ്ങൾ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ അസ്ഥിക്കകത്ത് ദൈവം പ്രവർത്തിക്കും. നിങ്ങളുടെ ശരീരത്തിലുള്ള മുഴുവൻ രോഗങ്ങളും ഈ സ്തുതിക്കുന്ന സമയത്ത് യേശു കർത്താവ് ഇപ്പോൾ തൻ്റെ വചനം അയച്ച് സ്തുതിപ്പിൻ്റെ ശക്തിയാൽ ഇപ്പോൾ തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്തുതിച്ച് കയറി വന്നേ, വിശ്വാസത്താൽ കയറിക്കേ, ഉണർവോടുകൂടി സ്തുതിച്ച്. വർഷങ്ങളായി നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രോഗപീഠകൾ, രോഗാണുക്കൾ, രോഗബന്ധനങ്ങൾ, രോഗത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറുന്ന ഈ സമയത്ത് ശക്തിയേറിയ ദൂതന്മാർ ഈ ദേവാലയത്തിൽ കാവലിറങ്ങട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വീണ്ടെടുത്ത യേശുവിൻ്റെ തിരുരക്തം ഇപ്പോൾ ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ ഒഴുകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മരിച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്ന കർത്താവിൻ്റെ ശക്തി ഇവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ നാവിന്മേൽ ഇറങ്ങട്ടെ. ശങ്കാലും മർബാഗസിൻ്റെ സിമിയ ഖവിഡാറിയതന ഖവിഡല ബന്ധൻ രാജ ബന്ധൻ രാജ സകല പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാൻ കർത്താവ് ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഞങ്ങളെ ഉപദ്രവിക്കത്തില്ല. യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകളും അടക്കം യേശുവിനെ കർത്താവ് ഏറ്റുപറയും. യേശുവിൻ്റെ നാമത്തെ കീഴടങ്ങാത്ത ഒരു ശക്തിയുമില്ല. യേശുവിൻ്റെ നാമത്തെ തകർക്കപ്പെടാത്ത ഒരു പ്രശ്നങ്ങളുമില്ല. യേശുവിൻ്റെ നാമത്തിൽ മാറാത്ത ഒരു രോഗമില്ല. ക്യാൻസറോ ട്യൂമറോ എന്ത് രോഗങ്ങളാണെങ്കിലും ഇപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ അകത്തുനിന്നും പുറത്തുനിന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി ബന്ധിക്കുന്നു. വിടുതലിൻ്റെ ശക്തി ഉണ്ടാകട്ടെ, ഉണർവിൻ്റെ ശക്തി തുറക്കപ്പെടട്ടെ, എനർജി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിൻ്റെ ശക്തിയാൽ സകല നുഖങ്ങളും ഒടിയട്ടെ. ഹല്ലേലൂയ. സ്തുതിച്ചാൽ കർത്താവ് വിടുതൽ തരും കേട്ടോ. പാട്ട് പാടിയാൽ കർത്താവ് പൂട്ട് പൊട്ടിക്കും. ഹല്ലേലൂയ. അപ്പസ്തോലന്മാർ പാട്ടുപാടി ആരാധിക്കുന്ന സമയത്ത് കാരാഗ്രഹത്തിൻ്റെ പൂട്ടിനെ കർത്താവ് തകർത്ത് കളഞ്ഞു. നാട്ടിലിരുന്ന് ദൈവത്തെ സ്തുതിച്ചാൽ വീട്ടിലിരിക്കുന്ന ബന്ധനത്തെ കർത്താവ് അഴിക്കും. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ദൈവത്തെ സ്തുതിച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള വിഷയങ്ങളിൽ കർത്താവ് ഇടപെടും. ഇവിടെ നിന്ന് ദൈവത്തെ സ്തുതിച്ചാൽ സ്വദേശത്തും വിദേശത്തുമുള്ള വ്യക്തികളിൽ കർത്താവ് ഇടപെടും. ഇവിടെ നിന്ന് ദൈവത്തെ സ്തുതിച്ചാൽ ഇതുവരെ അസാധ്യമാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് സാധ്യമാക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഇറങ്ങി വരുന്നത്. ഈ നാളുകളിൽ നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവിൻ്റെ ഒരു വിസിറ്റിംഗ് ഉണ്ടാകും. ഇവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ വർഷങ്ങളായി നിങ്ങളുടെ കുടുംബത്തിൽ കലഹങ്ങളിട്ട്, ഭിന്നതയിട്ട്, മദ്യപാനത്തിൻ്റെ സ്പിരിറ്റുകളെ ഇറക്കി പോരാടിക്കൊണ്ടിരുന്ന ദുഷ്ടപിശാചുക്കൾ യേശു കടന്നു ചെല്ലുമ്പോൾ ആ വീടുകളിൽ നിന്ന് വിട്ടുപോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്രയധികം ഒറ്റപ്പെടുത്തിയാലും, എത്രയധികം കണ്ണുനീര് കുടിപ്പിച്ചാലും, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം വേദനിപ്പിച്ചാലും, ഞാൻ നിങ്ങളൊരു കാര്യം പറയുകയാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് വൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് യേശുവിൻ്റെ വിലയോടുകൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. യേശു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയെങ്കിൽ യേശുവിൻ്റെ അതേ വിലയാണ് ദൈവം ഇട്ടിരിക്കുന്നത്. ഒട്ടും കുറഞ്ഞ വിലയല്ല, ഒട്ടും കുറഞ്ഞ വിലയല്ല. ലജ്ജിച്ചു പോകണ്ട, ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് ചലിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? രൂപമില്ലായിരുന്ന പ്രപഞ്ചത്തിന് മേൽ പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങി. പിതാവായ ദൈവം വചനമയച്ചു, പരിശുദ്ധാത്മാവും വചനവും അവിടെ അത്ഭുതം ചെയ്തു. ഇന്ന് ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ ആത്മാവ് ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആത്മാവ് ചലിക്കാൻ തുടങ്ങിയാൽ എല്ലാ മേഖലയിലും വിടുതലുണ്ടാകും. ഹല്ലേലൂയ. ഇതേ ഒരു അഭിഷേകമാണ് വർഷങ്ങൾക്ക് മുൻപ് പോളണ്ടിലെ ക്രാക്കോവ് എന്ന് പറയുന്ന നഗരത്തിൽ ജനിച്ച വിശുദ്ധ ഹൈസിന്തിൻ്റെ മേലിറങ്ങിയത്. നിങ്ങൾ മൊബൈലൊക്കെ നോക്കുന്നവരല്ലേ, മൊബൈൽ ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്യണം. വിശുദ്ധ ഹൈസിന്ത് എന്ന് പറയുന്ന ഒരു വിശുദ്ധനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പോളണ്ടിലെ ക്രാക്കോവ് എന്ന് പറയുന്ന നഗരത്തിൽ അദ്ദേഹം ജനിച്ചത്. ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ദാഹിക്കാൻ തുടങ്ങി, ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാവും പകലും കർത്താവുമായിട്ട് അടുത്തിരിക്കുന്ന ബന്ധം, പരിശുദ്ധ കൃപാനയോട് ചേർന്നിരിക്കുന്ന ബന്ധം, ദിവ്യകാരുണ്യ ആരാധനയെ സംബന്ധിക്കുന്ന ബന്ധം, ദൈവവചനത്തോട് ചേർന്നിരിക്കുന്ന ബന്ധം, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ചേർന്നിരിക്കുന്ന ബന്ധം. നിരീശ്വരവാദ നഗരമായിരിക്കുന്ന ക്രാക്കോവില് ഒരൊറ്റ പ്രവിശ്യയിൽ, ഇവിടുത്തെ വില്ലേജ് പോലെയാണ്, മറ്റ് പ്രവിശ്യകളുണ്ട്. ഈ ക്രാക്കോവിലെ ഒറ്റ പ്രവിശ്യയിൽ
ഹൈസിന്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അസാധാരണമായ അഭിഷേകത്താൽ യേശു കർത്താവ് 53 മരിച്ചവരെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയാൻ പോവാ, അതേ ശക്തിയാണ് നിങ്ങളുടെ അകത്ത് ദൈവം വെച്ചിരിക്കുന്നത്. അതേ ശക്തിയാണ് നിങ്ങളുടെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്നത്. അതിൽ ഒട്ടും കുറഞ്ഞ ശക്തിയല്ല, അതേ ശക്തി തന്നെയാണ് നിങ്ങളിൽ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഞാൻ പറയുകയാണ്, നിങ്ങൾ കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരാൻ പോകുക അടുത്ത 5 മിനിറ്റ് കഴിയുമ്പോഴാണ്. ദൈവം നിങ്ങളെ ഉയർത്താൻ പോവുകയാണ് അടുത്ത 5 മിനിറ്റിനുള്ളിൽ. ഉണർവില്ലാതിരിക്കുന്ന കുടുംബത്തെ ഉണർത്തും കർത്താവ്. തകർന്നു പോയ മനസ്സിനെ കർത്താവ് ഉണർത്തും. പരാജയപ്പെട്ട നിന്നെ വിജയത്തിലേക്ക് കർത്താവ് കയറ്റും. തകർന്നു പോയ നിൻ്റെ കുടുംബത്തെ ഉയർച്ചയിലേക്ക് കയറ്റും. പരാജയങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകും. കുഞ്ഞുങ്ങളെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ ചങ്കിൻ്റെ അകത്തെ നൊമ്പരം കർത്താവിനറിയാം. ഓർത്തോർത്തുള്ള ദുഃഖങ്ങൾ കർത്താവ് കാണുന്നുണ്ട്. ആരും അറിയാതെയുള്ള വേദന വെച്ചിരിക്കുന്നത് കർത്താവിനറിയാം. നെടുവീർപ്പുകളെ കർത്താവ് കാണുന്നുണ്ട്. ഇന്നതിന് മറുപടി തരാൻ പോകുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. കർത്താവ് എന്നെ അഭിഷേക ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ വളരെ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആത്മാവിൻ്റെ അഭിഷേകത്തിന് ഉണർവിനും വേണ്ടിയാണ് എന്നെ കർത്താവ് ശുശ്രൂഷയായിട്ട് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായ സമയത്ത് അതിനുവേണ്ടി ഞാൻ കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. 4-5 മണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ മുന്നിലിരിക്കും. ഒറ്റ കാര്യം, കർത്താവെ അമിതമായിട്ടുള്ള അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണം. രണ്ടാമത്തെ എൻ്റെ ലക്ഷ്യം, നരകം കൊള്ളയടിക്കണം, സ്വർഗം മുഴുവൻ നിറയണം കർത്താവിൻ്റെ വരവിന് മുമ്പ്. ഞങ്ങളുടെ ഇടവകയിൽ നിന്നോ ദേശത്തു നിന്നോ രൂപതയിൽ നിന്നോ അതിരൂപതയിൽ നിന്നോ ഒരൊറ്റ വ്യക്തി പോലും നരകത്തിൽ പോകാൻ ഇടയാകരുത്. എൻ്റെ ലക്ഷ്യമാണ്. ആത്മാവിനെ നേടാനായിട്ട് ആത്മാവിനെ ചോദിക്കണം. കർത്താവ് അത് തരും. അന്ത്യകാലങ്ങളിൽ ഞാൻ എല്ലാവരുടെ മേൽ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. എല്ലാവരുടെ മേലും കർത്താവിൻ്റെ ആത്മാവിനെ കർത്താവ് പ്രവചിക്കും, തരും. സെഹിയോൻ മാളികമുറിയിൽ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ലക്ഷ്യം, പ്രശ്നം കുടുംബം ഉള്ളവരൊക്കെയാണ്. സാമ്പത്തിക ബാധ്യത ഉണ്ടായിരിക്കാം, മക്കളുടെ വിവാഹം നടന്നിട്ടില്ലായിരിക്കാം, പലവിധ വിഷയം ഉണ്ടാകാം. പക്ഷെ അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവിടുത്തെ അളവില്ലാത്ത മഹാശക്തി ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണം. അവരുടെ ലക്ഷ്യം അതാ. ഹല്ലേലൂയ. ആ ലക്ഷ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊടുങ്കാറ്റിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. പാർത്തിയാക്കാരും മേദിയാക്കാരും എലാമിയാക്കാരും മൊസപ്പൊട്ടോമിയ നിവാസികൾ, യൂദയായിലെ യഹൂദരും യഹൂദ മതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരും ഈജിപ്തിൽ നിന്നുള്ള സന്ദർശകരും മുഴുവൻ അവർ ആത്മാവിനെ നിറഞ്ഞ് പ്രവചിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതേ ആത്മാവാണ് നിങ്ങളെ ഇന്ന് സ്പർശിക്കുന്നത്. അതേ ആത്മാവാണ് നിങ്ങളെ അടിമുടി അഭിഷേകം ചെയ്യാൻ പോകുന്നത്. ബലമില്ലാത്ത ശരീരത്തിൽ കർത്താവിൻ്റെ ശക്തി ഓവർഫ്ലോ ചെയ്യാൻ പോവുകയാണ്. കാഴ്ചയില്ലാത്ത കണ്ണുകൾക്ക് കാഴ്ച വർദ്ധിക്കാൻ പോവുകയാണ്. ബലമില്ലാത്ത കാലിലെ മസിലുകളൊക്കെ ബലപ്പെടാൻ പോവുകയാണ്. തലയുടേതായിട്ടുള്ള രോഗങ്ങളെ കർത്താവ് മാറ്റാൻ പോവുകയാണ്. ക്യാൻസറിനെ ഞാൻ നിർവീര്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ. ട്യൂമറുകൾ വിട്ടുപോട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. എന്തും നടക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ. പഞ്ചേന്ദ്രിയങ്ങളുടെ മാത്രം കൺട്രോൾ ഉണ്ടായാൽ മതി. പഞ്ചേന്ദ്രിയങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ നിങ്ങൾ എന്ത് പറയുന്നത് അതങ്ങ് സംഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 6:17 കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോടെ ഏക ആത്മാവായി തീരും. പിന്നെ അവൻ്റെ കണ്ണ് പരിശുദ്ധാത്മാവിൻ്റെ കണ്ണ, അവൻ്റെ കൈ പരിശുദ്ധാത്മാവിൻ്റെ കയ്യ, അവൻ്റെ കാല് പരിശുദ്ധാത്മാവിൻ്റെ കാല, അവൻ്റെ ശബ്ദം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണ്. പറഞ്ഞാൽ അങ്ങ് സംഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ 1 മാസം ആകുന്നേ ഉള്ളൂ. ഒരു സൗദിയിൽ നിന്ന് വന്ന ഞങ്ങളുടെ ഇവിടെ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരൻ്റെ പെങ്ങൾ നേഴ്സാണ്. അവർ പ്രഗ്നൻ്റാണ്. 7 മാസം കഴിഞ്ഞ് പാലാ മരിയൻ ഹോസ്പിറ്റലിലാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞ് നേരെ വിലങ്ങി കിടക്കുകയാണ്. ഡോക്ടർമാർ പറഞ്ഞു അടുത്ത ദിവസം തന്നെ അത് സിസേറിയൻ ചെയ്തെടുക്കണം കുഞ്ഞിനെ. അങ്ങനെ സ്റ്റക്കായിട്ട് കിടക്കുക, ഒരു മാർഗവും ഇല്ല വേറെ. ഞാനെന്നാ അവിടുത്തെ ഭരണങ്ങാനത്ത് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് നല്ലവണ്ണം ഒരുങ്ങി. എനിക്ക് പരിശുദ്ധ കുർബാനയുടെ മുന്നേ ഇരുന്ന് 1 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ പിന്നെ ഏത് വിഷയത്തിലും കൈവെക്കാൻ എനിക്കൊരു അസാധാരണമായ ധൈര്യമുണ്ട്. 1 മണിക്കൂർ ഇരുന്നിട്ടേ ഞാൻ പിന്നെ പോകത്തുള്ളൂ.
1 മണിക്കൂറോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഏത് പിശാചിൻ്റെ കൂട്ടിൽ ചെന്ന് വേണം ഞാൻ കയറും. എനിക്ക് ഉറപ്പാണ്. കാരണം വന്നിരിക്കുന്ന ശക്തി ദൈവത്തിൻ്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ദീപികാനത്തിന് മുന്നേ ഇരുന്നെങ്കിൽ മാത്രമേ എനിക്ക് ആ ധൈര്യം ഉണ്ടാവുള്ളൂ. ഹല്ലേലൂയ. വലിയ വിഷയമാണെങ്കിൽ ഞാൻ 4-5 മണിക്കൂറൊക്കെ ഇരുന്നിട്ടങ്ങ് പോകും. അവിടെ ചെന്ന് ചുമ്മാ ഒന്ന് ചെറുതായിട്ട് സിമ്പിളായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, പിശാചൊക്കെ അങ്ങ് കഴിഞ്ഞു പോയിക്കോളും. കാരണം നമ്മുടെ ശക്തിയല്ല, നമ്മുടെ അകത്ത് വസിക്കുന്ന യേശുവിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളല്ലല്ലോ ഇത് ചെയ്യുന്നത്, നമ്മുടെ അകത്തുള്ള തമ്പുരാനല്ലേ ഇത് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിത് പ്രാപിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് വാശിയുണ്ട്, എന്നേക്കാൾ 10,000 മടങ്ങ് വാശിയുണ്ട് കർത്താവിന്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന്, നമുക്കറിയാം ചില സമയത്ത് ഈ ബെത്സൈദക്കുള ഇളകുന്നത് പോലെ നമ്മുടെ അകം അങ്ങ് ഇളകാൻ തുടങ്ങും. അത്ഭുതത്തിന് മുന്നോടിയായിട്ട് എനിക്ക് സാധാരണ തോന്നാറുള്ളത്, എൻ്റെ അകം അങ്ങോട്ടൊരു ഭയങ്കര സന്തോഷം കൊണ്ട് അങ്ങ് നിറയാൻ തുടങ്ങും. എന്നെ ഇവിടുന്ന് ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോഴും അതുപോലെ എൻ്റെ ഉള്ളം തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് വരുന്നവർക്ക് എന്തൊക്കെ കർത്താവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ അഭിഷേകം വരുമ്പം സ്തുതിക്കാൻ തുടങ്ങുമല്ലോ. അവരങ്ങ് സ്തുതിക്കാൻ, ഞങ്ങൾ 4 പേരെ ഉണ്ടായിരുന്നു, ഞാനും ആ സഹോദരനും അദ്ദേഹത്തിൻ്റെ പെങ്ങളും അമ്മയുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അകത്ത് കിടക്കുന്ന കുഞ്ഞിപ്പം നേരെ റൗണ്ട് ചെയ്ത് നേരെ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇത് എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ ആ ഞങ്ങളിങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞു, സഹോദരി, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന കുഞ്ഞിനെ കർത്താവ് ഇപ്പം ഡയറക്റ്റ് ആക്കാൻ പോവുക. അവർ വയറെ കൈ വെച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, താഴോട്ട് സൈഡിൽ കിടന്ന തല ഇപ്പോൾ ഇതാ റൗണ്ട് ചെയ്ത് നേരെ ഇങ്ങനെ വരുന്നു. എനിക്ക് കുഞ്ഞിൻ്റെ തല മാറുന്നത് അറിയാം. 4-ാമത്തെ ദിവസം മരിയൻ ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഡോക്ടർമാർ ആ സ്കാനിങ് നോക്കിയിട്ട് കുറേ നേരം ഇരുന്നിട്ട് പറഞ്ഞു, ഇത് മഹാ അത്ഭുതമാണ്, കുഞ്ഞ് നേരെയായിട്ടുണ്ട്. ഇത് കർത്താവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഇത് നടക്കുന്നേ. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ഞാനിത് പറയുന്നത്, നിങ്ങളുടെ അകത്ത് അതേ തമ്പുരാനാണ് വസിക്കുന്നത്. അഭിവന്യ ഗിർവർഗീസ് സക്കാലിക്ക പിതാവ് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഒന്ന്, ഓരോ മനുഷ്യൻ്റെ അകത്തും ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ, ഈ ഭൂമിയെ ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ വിളിച്ചു വരുത്തിയ ദൈവം നമ്മുടെ ഓരോരുത്തരുടെ അകത്ത് വസിക്കുന്നുണ്ട് അദർശനായിട്ട്. ഹല്ലേലൂയ പറഞ്ഞില്ല. അതേ നമ്മുടെ അകത്തിരിക്കുന്ന അദർശനായ തമ്പുരാനാണ് ഓരോ ദിവസവും ഓരോ അഭിഷിക്ത കരങ്ങളിൽ ഉയർത്തപ്പെടുന്ന ഗോതമ്പപ്പമാകുന്ന യേശു. നമ്മുടെ അകത്തുള്ള അദർശനായ ദൈവമാണ് അഭിഷിക്ത കരങ്ങളിൽ ഉയർത്തപ്പെടുന്ന ഗോതമ്പപ്പമായ യേശു. അതേ തമ്പുരാൻ തന്നെയാണ് സ്വർഗത്തിലും വസിക്കുന്നത്. അപ്പം നോക്കിയേ, സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ ദൈവമാണ് എൻ്റെയും നിങ്ങളുടെ അകത്ത് വസിക്കുന്നത്. ഈ കരയും കടലും ആകാശവും പക്ഷിപർവ്വ ജാലങ്ങളും വൃക്ഷലതാദികളും കാടും വെള്ളവും ഭൂമിയും ഭൂമിയിലെ മണത്തരികളും കടലും കടലിലെ നിവാസി ഇല്ലെങ്കിൽ അതുപോലെ വസിക്കുന്ന മീനുകളും എല്ലാം സൃഷ്ടിച്ച അതേ കർത്താവ് നമ്മുടെ അകത്ത് വസിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. തൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന സുഗന്ധം അതിൻ്റെ ഉറവിടം എവിടെയെന്നറിയാതെ ഓടി നടക്കുന്ന കസ്തൂരിമാനെ പോലെയാണ് ഈ കാലഘട്ടങ്ങളിലെ വിശ്വാസികൾ എന്നാണ് പിതാവ് പറയുന്നത്. ഈ കസ്തൂരിമാൻ്റെ ശരീരത്തിൽ നിന്നാണ് ഈ സുഗന്ധം പുറപ്പെടുന്നത്. പക്ഷേ പുള്ളി എന്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്? കാടും മലയും എല്ലാം ഓടി നടക്കുക. ഇത് എവിടുന്ന ഇതിൻ്റെ സുഗന്ധത്തിൻ്റെ ഉറവിടുന്നത്? തന്നിൽ നിന്ന് തന്നെയാണ് ഈ സുഗന്ധം പുറപ്പെടുന്നതെന്ന് മനസ്സിലായില്ല. ഇതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഹാർട്ടും ലങ്സും തലച്ചോറും ഞരമ്പുകളും എല്ലാം ചലിപ്പിക്കുന്ന അതേ കർത്താവ്, ഉണർന്നിരിക്കുന്ന കർത്താവാണ് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ അകത്തിരുന്നു കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങോട്ടാണ് പോകേണ്ടത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറയാം, മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോയി, പക്ഷെ മനുഷ്യൻ ചങ്കിൻ്റെ അകത്തേക്ക് പോയില്ല. മനുഷ്യ മനസ്സ് ചങ്കിൻ്റെ അകത്തേക്ക് ഇറങ്ങിയില്ല, അവൻ്റെ മനസ്സ് ചന്ദ്രനിലേക്ക് പോയി. ഹല്ലേലൂയ. എപ്പോഴാണോ നിങ്ങൾക്ക് അകത്ത് വസിക്കുന്ന ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നത്, അപ്പം നിങ്ങളുടെ പ്രശ്നം മാറും. ഹലോ ഹല്ലേലൂയ. എപ്പോഴാണ് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അകത്ത് വസിക്കുന്ന തമ്പുരാൻ വ്യക്തിയാണോ ശക്തിയാണോ? ഉറക്കെ പറഞ്ഞില്ല. വ്യക്തിയാണ് അല്ലേ? ഉറപ്പാണോ? ഇവിടെ ഉറപ്പില്ല. നമ്മുടെ അകത്ത് വസിക്കുന്ന തമ്പുരാൻ ശക്തിയാണോ വ്യക്തിയാണോ? ഒന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അതല്ലെന്ന് പറയും. അത്രയോ ഞാൻ ഉറപ്പിച്ചോണം കേട്ടോ, വ്യക്തിയായ ദൈവമാണ് നമ്മുടെ അകത്ത് വസിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞേ ഹല്ലേലൂയ. ആ തമ്പുരാന് സംസാരിക്കാൻ പറ്റുമോ? പറ്റും. ഞാനൊന്ന് ആലോചിച്ച് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുക. എന്നെ ഒരാൾ ഭയങ്കര സ്നേഹമുള്ള ഒരാൾ
വിളിച്ചിട്ട് അദ്ദേഹം എനിക്ക് ഭക്ഷണം തന്നു, കാപ്പി തന്നു, എല്ലാം തന്നു. എൻ്റെ കൂട്ടത്തിൽ 2-3 കിലോമീറ്റർ നടക്കുക. അദ്ദേഹത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിച്ച ഭക്ഷണം ഇതെല്ലാം തന്നിട്ട് ഒരു വാക്ക് പോലും അദ്ദേഹം എന്നോട് സംസാരിക്കുന്നില്ല. എനിക്ക് നോർമലായിട്ട് എന്ത് തോന്നും? നമുക്ക് ഫീൽ ചെയ്യല്ലേ? നമ്മൾ ഏറ്റവും അടുത്തൊരു സുഹൃത്താന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മളെ വിളിച്ചുകൊണ്ട് പോയിട്ട് 2-3 കിലോമീറ്റർ യാത്ര ചെയ്തു ഒരുമിച്ച്. ഇദ്ദേഹം മിണ്ടുന്നില്ല, പക്ഷേ ഇദ്ദേഹം ഭക്ഷണം തന്നു, വെള്ളം തന്നു, എല്ലാം തന്നു. പക്ഷേ അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നില്ല. ഫീൽ ഉണ്ടാകുകയല്ലേ? ഹല്ലേലൂയ. നമ്മൾ എത്ര നാളായി ഈ തമ്പുരാനോട് അകത്തുനിന്ന് സംസാരിച്ചിട്ട്? ഇതാകെ പരീക്ഷ വരുമ്പോൾ, ഇൻ്റർവ്യൂ വരുമ്പോഴേ നമ്മൾ ഈ പുള്ളിയായിട്ട് ബന്ധമുള്ളൂ. അതല്ലോ. നമുക്ക് നമ്മുടെ മക്കളോട് എങ്ങനെയാണ് ബന്ധമുള്ളത്? നമ്മൾ സംസാരിക്കുകയല്ലേ? എല്ലാ ദിവസവും സംസാരിക്കും. ഭാര്യയോട് എങ്ങനെയാണ് ബന്ധമുള്ളത്? കല്യാണം കഴിച്ചവരോടാണ്. അവർ എല്ലാ സമയം ഭാര്യയായിട്ട് പറ്റാമെങ്കിൽ സംസാരിക്കും. പിന്നെ ചിലർ പരമാവധി സംസാരിക്കാതിരിക്കാൻ നോക്കും, പ്രശ്നം ഒഴിവാകാൻ വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞത്, സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സംസാരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇനി എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ സംസാരിക്കാതിരുന്നെങ്കിൽ ആ ബന്ധത്തിൻ്റെ ചാഴവില്ല. ഇതുപോലെ തന്നെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അതേ തമ്പുരാൻ അതേ ശക്തിയോടുകൂടി നമ്മുടെ ചങ്കിൻ്റെ അകത്തിരിക്കുക. ഹല്ലേലൂയ. ആ തമ്പുരാൻ്റെ ശക്തി ഇന്ന് നിങ്ങൾ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകണം. ആ തമ്പുരാൻ്റെ ശക്തി നിറഞ്ഞു കവിഞ്ഞ് ഒഴുകണം. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. 10ാം ക്ലാസ് മാത്രം പഠിച്ച ഒരു സഹോദരൻ, അദ്ദേഹത്തിന് പഠിപ്പ് നിർത്തേണ്ടി വന്നു. പക്ഷെ അദ്ദേഹം ഉപജീവനത്തിനായിട്ട് വണ്ടി ഓടിക്കുക. അങ്ങനെ ഇരിക്കുക ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ കർത്താവിനെ കുറിച്ച്, കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ച്, കർത്താവിൻ്റെ ആനന്ദത്തെക്കുറിച്ചൊക്കെ ഇദ്ദേഹം അറിയാനിടയായി. ആ സമയം മുതൽ അദ്ദേഹം ഇങ്ങനെ ബൈബിള് വായിക്കാൻ തുടങ്ങി, പ്രാർത്ഥന കൂട്ടായ്മയിൽ പോകാൻ തുടങ്ങി. അവൻ ഉറക്കത്തിൽ പോലും അവനൊരു ലക്ഷ്യമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും എനിക്ക് നിറയണം. അവന് ബാധ്യതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ലോണുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവൻ്റെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ ആ ലെവലിലേക്കായി മാറും നമ്മൾ. കർത്താവ് കരുണയുടെ ദൈവമാണ്. നമ്മളെ നയിക്കുന്നത് കരുണയുടെ ആത്മാവ്. നമ്മളിലേക്ക് വരുന്ന പരിശുദ്ധാത്മാവ് കരുണയുടെ ആത്മാവാണ്. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവ് തൻ്റെ പിതാവായ ദൈവം തൻ്റെ അവകാശമായിട്ട് കരുണയുടെ ആത്മാവിനെയാണ് നമ്മുടെ മേൽ വർഷിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടി പറയാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കർത്താവ് വിടുതൽ തരും. ഞാൻ എന്നിട്ട് ഈ സഹോദരൻ്റെ കാര്യം പറയുകയാണ്. ആ വചനം അങ്ങനെ തന്നെ ഒന്ന് പിടിച്ചോണം കേട്ടോ. ഈ സഹോദരന് എന്നിട്ട് ഇദ്ദേഹം ഉറങ്ങുന്ന സമയം ഒഴികെ അദ്ദേഹം എല്ലാ സമയവും പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മുടെ റേഞ്ച് മാറുമെന്നൊന്ന് പറഞ്ഞേ. ഉറങ്ങാതിരിക്കാനാ. പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മുടെ റേഞ്ച് മാറും. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ദിവസം ഇദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തി ചലിക്കാൻ തുടങ്ങി. ആത്മാവിൻ്റെ ശക്തി സമൃദ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ മേൽ ഇറങ്ങി വന്നു. നിങ്ങൾക്ക് കേൾക്കണമോ? വിദേശത്തുള്ള വലിയ ശുശ്രൂഷകരുടേതായിട്ടുള്ള മാത്രം ധ്യാനം നടക്കുകയാണ്. ഓൾ വേൾഡ് ആയിട്ടുള്ള ധ്യാനം നടക്കുകയാണ്. സെലക്റ്റഡ് ആയിട്ടുള്ള പ്രൊഫറ്റിക്കലായിട്ടുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ള ശുശ്രൂഷകളുടെ ധ്യാനമാണ്. ഏതാണ്ട് 250 പേരുടെ. ആ വിദേശികളാണ്, സായിപ്പന്മാരും മദാമ്മമാരുമാണ് അതിനകത്ത് വരുന്നത്. ഇദ്ദേഹത്തെ അവിടെയുള്ളവർക്കെല്ലാം അറിയാം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ വിദേശികളായ പഠിപ്പും കഴിവുമുള്ള സായിപ്പന്മാരെയും മദാമ്മമാരെയും ധ്യാനിപ്പിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നിയോഗിച്ചത് 10ാം ക്ലാസ് പാസ്സായ മാത്രം പഠിച്ച ഈ ചെറുപ്പക്കാരനെ ഉപയോഗിക്കുന്നത്. ആമേ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ഒന്നൊരു വിഷയമല്ല. ഞാൻ വേറെ ഒന്നും കൂടെ പറയാം. ഇതിൻ്റെ 2ാം ക്ലാസ്സിൽ 3 മാസം മാത്രം പോയി പഠിച്ചൊരു പെൺകുട്ടി. ഞാനിത് പറയുന്നത് ബലിയർപ്പിക്കുന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ടാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാനാണ് പറയുന്നത്, സത്യമേ പറയത്തുള്ളൂ. ആ പെൺകുട്ടി ഒരിക്കലും ഇങ്ങനെ ഒരു പ്രയർ ഗ്രൂപ്പിൽ വന്ന സമയത്ത് ഭാഷാവരത്തെക്കുറിച്ചും, ഭാഷാവരത്തിലുള്ള പ്രാർത്ഥന ഒരു മനുഷ്യനെ മറ്റൊരു ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്നും, രണ്ടാമതും ആ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ആത്മാവും മനസ്സും ശരീരവും സമൃദ്ധി കൊണ്ടും ആരോഗ്യം കൊണ്ടും ജീവൻ കൊണ്ടും നിറയുന്ന ഈ പെൺകുട്ടി ആ പ്രസംഗത്തിലൂടെ കേൾക്കുക. അവൾ തീക്ഷ്ണമായിട്ട് ദാഹിക്കാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് ഈ സ്വർഗീയ ഭാഷ തരണം, എൻ്റെ നാവിൽ അങ്ങ് സംസാരിക്കണം ഈ ഭാഷ. 1 കൊരിന്തോസ് 14:2 പറയുന്നുണ്ടല്ലോ, ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ നേരിട്ട് ദൈവത്തോടാണ് സംസാരിക്കുന്നതെന്ന്. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ അതിൻ്റെ ഒരു കാര്യം പറയാം.
ഈ ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ ആരോടെ സംസാരിക്കുന്നത്? ദൈവത്തോട്. ഇപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു നോർമലായിട്ട് സംസാരിക്കേണ്ട രണ്ട് വ്യക്തികൾ സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കിയാണ് സംസാരിക്കേണ്ടതെന്നാണ് പറയുന്നത്, അല്ലേ? ഇപ്പം ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നതാണ് ഭാഷാപരമെങ്കിൽ അന്നേരം ഞാൻ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം എവിടെയായിരിക്കും? എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലേ? വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭാഷാപരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം എവിടെയായിരിക്കും? എന്നെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ആ വാഹനത്തിൽ പിന്നെ അപകടം വരാൻ ദൈവം സമ്മതിക്കുമോ? ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. വീട്ടിലിരുന്നുകൊണ്ട് ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ വീട്ടിലേക്ക് പിന്നെ അപകടം വരാൻ ദൈവം സമ്മതിക്കുമോ? കാരണം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ദൈവമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇത് മനസ്സിലായി. 5 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ ഏകാഗ്രത നഷ്ടപ്പെടുന്ന ഈ പെൺകുട്ടി അവൾ വീട്ടിൽ പോയി ഇന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എത്ര പ്രാർത്ഥിച്ചിട്ടും ഇവൾക്ക് ഇവിടെ ഉള്ളിൽ നിന്ന് ആ ദാഹം മാറുന്നില്ല. 5 മിനിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തി 1 മണിക്കൂർ പ്രാർത്ഥിച്ചു, 2 മണിക്കൂർ പ്രാർത്ഥിച്ചു, 3 മണിക്കൂർ പ്രാർത്ഥിച്ചു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. 1 വർഷത്തോളം പരിശുദ്ധാത്മാവ് ഈ പെൺകുട്ടിയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിനൊരു പദ്ധതിയുണ്ട് എല്ലാ മനുഷ്യരെക്കുറിച്ചും, കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ മേൽ അസാധാരണമായ പ്രവർത്തനങ്ങൾ, വാക്കുകൾ, സ്തുതിപ്പുകൾ, വചനങ്ങൾ ഇവളുടെ നാവിലേക്ക് വരാൻ തുടങ്ങി. ഹല്ലേലൂയ. നമ്മൾ ഈ അഭിഷേകം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്കിന് വ്യത്യാസം വരാൻ തുടങ്ങും. പ്രാർത്ഥിക്കുമ്പോൾ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആരോഗ്യം വർദ്ധിക്കാൻ തുടങ്ങും. രോഗങ്ങൾ സുഖമാകാൻ തുടങ്ങും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അങ്ങനെ ഒരു ടീമായിട്ട് വിദേശത്തേക്ക് ധ്യാനത്തിനായിട്ട് ഇവൾ ഉൾപ്പെട്ട ഗ്രൂപ്പിലുള്ളവരെ കർത്താവ് സെലക്ട് ചെയ്തു. ആ ഗ്രൂപ്പിൽ 2ാം ക്ലാസ്സിൽ 3 മാസം മാത്രം പോയി പഠിച്ച ദാരിദ്ര്യം കൊണ്ട് പഠനം നിർത്തി പെൺകുട്ടിയും ഉണ്ടായിരുന്ന ടീമിൽ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഇവളവിടെ വചനം പറയാൻ വേണ്ടി വേദിയിൽ കയറി നിൽക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് ആകെ അറിയാവുന്ന അവളുടെ ഭാഷയാണ്, അല്ലേ? 2ാം ക്ലാസ്സിൽ 3 മാസം പോയി പഠിച്ചിട്ടുള്ള വ്യക്തിക്ക് അറിയാമല്ലോ. അപ്പോൾ വചനം പറയാൻ വേണ്ടി കയറി നിൽക്കുമ്പോൾ മുഴുവൻ സായിപ്പന്മാരാ. ബാക്കിയുള്ളവരെല്ലാം സംസാരിക്കുമ്പം പരിഭാഷകർ കയറി നിൽക്കും. ഈ പെൺകുട്ടി കയറി നിന്നപ്പോൾ 5 ദിവസത്തെ ധ്യാനം ഈ പെൺകുട്ടിയെ കൊണ്ട് പരിശുദ്ധാത്മാവ് നടത്തിയത് ഒരു പരിഭാഷകരുമില്ലാതെ അമേരിക്കൻ ഇംഗ്ലീഷിലാണ് അവിടെയുള്ള സായിപ്പന്മാരെ മദാമ്മമാരെ ഈ പെൺകുട്ടിയിലൂടെ ധ്യാനിപ്പിച്ചത്. നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും കർത്താവിനൊന്ന് കമ്മിറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഉയർത്തിക്കൊണ്ടു പോകുന്ന നിങ്ങളുടെ വിശാലതയ്ക്ക് ഒരു കയ്യും കണക്കും ഉണ്ടാകുകയില്ല. ഞാൻ പറഞ്ഞതെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടരുത്. തകർന്നു പോയി എന്നോർത്തുകൊണ്ട് തകർന്നു പോകരുത്. നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കരുത്, നിരാശപ്പെടരുത്, പരാജയപ്പെട്ട മനസ്സുമായിട്ട് ജീവിക്കരുത്. എപ്പോഴാണോ നിങ്ങളുടെ മനസ്സിൽ ദൈവം എന്നെ ഉയർത്തുമെന്നുള്ള ചിന്ത കേൾക്കുന്നത്, വചനം കേൾക്കുന്നത്, അതിനെ കയറി പിടിച്ചോണം. ആ സമയത്ത് ആ ലെവലിലേക്ക് നിങ്ങളെ റേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഞാനിവിടെ വരുമ്പം 12 പേരുണ്ട്, പിന്നെ 14 പേരായി. എൻ്റെ കൂടെ വന്നിരിക്കുന്ന സഹോദരനോട് ഞാൻ പറഞ്ഞു, 10 പേരുണ്ടെങ്കിലും ഞാൻ ഇവിടെ ധ്യാനിപ്പിച്ചിട്ടേ പോകുള്ളൂ. ഇനി 5 പേരുണ്ടെങ്കിലും ഞാൻ ധ്യാനിപ്പിച്ചിട്ടേ പോകുള്ളൂ. 2 പേരുണ്ടെങ്കിലും ഞാൻ ധ്യാനിപ്പിച്ചിട്ടേ പോകുള്ളൂ. കാരണം എന്നാണെന്നറിയോ? ഈ 2 പേരുടെ മേൽ തീ ഇറങ്ങിയാൽ ഇവർ ഈ രൂപതയെ പിടിച്ചോളും. ഈ രൂപതയിലുള്ള ആത്മാക്കളെ ഇവർ പിടിച്ചോളും. ഒറ്റയാൾ നിന്നതാ, ഏലിയ എന്ന് പറയുന്ന ഒറ്റ വ്യക്തി നിന്നതാ ഒരു രാജ്യത്ത് രാജാവിനും ജനങ്ങൾക്കും എതിരായിട്ട് അവിടെ സത്യദൈവത്തെ തെളിയിച്ചു. കർത്താവിന് അധികം ആൾക്കാരൊന്നും വേണ്ടെന്നേ, വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള ഒറ്റ വ്യക്തി മതി കർത്താവിന്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒറ്റ വ്യക്തി മതി, ഒറ്റ വ്യക്തി. നിങ്ങളുടെയും ലൈഫ് കർത്താവ് ഇന്ന് മാറ്റും, കേട്ടോ. വിശ്വസിക്കണം. കഴിഞ്ഞ ദിവസം അസീസിയിലെ ധ്യാനത്തിൽ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞു, ഇതിൻ്റെ അകത്ത് വിസ തടസ്സമുള്ളവരുടെ വിസ തടസ്സം കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. 9 ചെറുപ്പക്കാർ കൈ ഉയർത്തി. ഈ പറഞ്ഞ് അനൗൺസ് ചെയ്തതിന് ശേഷം, മെസ്സേജ് പറഞ്ഞതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഒരു പെൺകുട്ടി, 10-23 വയസ്സുള്ളൊരു പെൺകുട്ടി അങ്ങ് എഴുന്നേറ്റ് പോയി. അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെൺകുട്ടി വന്നവിടെ ഇരുന്നു. അവളെന്നോട് പറഞ്ഞെന്നറിയോ? ബ്രദർ, ആ മെസ്സേജ് പറയുമ്പോൾ വിസ തടസ്സം മാറിയെന്ന് പരിശുദ്ധാത്മാവ് ബ്രദറിലൂടെ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നു.
നാളുകളായിട്ട് എൻ്റെ വിസ തടസ്സമായിട്ട് കിടക്കുകയായിരുന്നു. എനിക്ക് പൈസ ലോൺ എടുത്തതാണ്, അത് അടയ്ക്കാനുള്ള സമയമായി. എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം പോയി, എനിക്ക് പോകാൻ പറ്റിയില്ല. ആ മെസ്സേജ് വന്ന് ഞാൻ ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം 3 ദിവസത്തിനുള്ളിൽ ഫ്ലൈറ്റ് കയറാനായിട്ട് അവിടെ നിന്ന് അനുവാദം വന്നതാ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. പറയുന്നത് പോലെ സംഭവിക്കും. നാവിനെ സൂക്ഷിച്ചാൽ പറയുന്നത് പോലെ സംഭവിക്കും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ ഇടവപ്പള്ളി നിൽക്കുന്ന സമയത്ത് ഒരമ്മച്ചി എന്നെ വിളിച്ചു. ധ്യാനം കൂടാൻ വന്ന് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നതാണ്. ഞാനങ്ങനെ കൗൺസിലിംഗ് ഒന്നും ചെയ്യാറില്ല, കാരണം ഇതൊരു ഭാരം പിടിച്ചൊരു പരിപാടിയാണ്. ഇതിങ്ങനെ നിന്ന സമയത്ത് അമ്മച്ചി എന്നോട് പറഞ്ഞു, വർഷങ്ങളായി എൻ്റെ മകൻ വീട്ടിൽ നിന്ന് പോയിട്ട്, 33 വർഷമായി എൻ്റെ മകൻ വീട്ടിൽ നിന്ന് പോയിട്ട്, ഒരറിവുമില്ല എവിടെയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, ഹെബ്രായ ലേഖനം 4:12-13 ഈ വചനം പറഞ്ഞു. 13-ാമത്തെ വചനം, ഹെബ്രായർ 4:13 വചനം ഇതാണ്: ദൈവത്തിൻ്റെ മുന്നിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല, സകലതും അനാവൃതവും വ്യക്തവുമാണ്. വചനം അയച്ച് തെക്കിനോട് വിട്ടുകൊടുക്കുമെന്നും വടക്കിനോട് തടയരുതെന്നും കിഴക്കിനോട് വിട്ടുകൊടുക്കുമെന്നും പടിഞ്ഞാറിനോട് തടയരുതെന്ന് കൽപ്പിക്കാനായിട്ട് ഞാൻ അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അത്ഭുതം സംഭവിക്കും, വിശ്വസിക്കണം. എന്ത് നടക്കണമെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിക്കാതെ ഒരു മാർഗവും ഇല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി മുഴുവൻ വിശ്വാസത്താലാണ് വരുന്നത്. കുമ്പസാരിച്ചിട്ട് പാപമോചനം കിട്ടിയെന്ന് അറിയുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവരങ്ങ് പോയി കേട്ടോ. ഇന്നലെ ഞാൻ രാമപുരം പള്ളിയിൽ ഇടവകപ്പള്ളി നിൽക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു. എനിക്ക് നമ്പർ വന്നിട്ട് മനസ്സിലായില്ല. ട്രൂ കോളറെ പേര് വന്നു, പക്ഷേ എനിക്ക് മനസ്സിലായില്ല. എന്നോട് പറഞ്ഞു, കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച അസിസി ധ്യാനിക്കാൻ വന്ന ആ അമ്മച്ചിയാണ് ഞാൻ ചോദിച്ചു, എന്നെ പറ്റി അമ്മച്ചി? ബ്രദർ പറഞ്ഞില്ലേ അത്ഭുതം സംഭവിക്കുമെന്ന്, ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞില്ലേ, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ വിശ്വസിച്ച് ഏറ്റുപോയി, അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. മിനിഞ്ഞാന്ന് രാവിലെ എനിക്കൊരു ഫോൺ വരികയാണ്. ഇതിവൻ എങ്ങനെ നമ്പർ കിട്ടിയെന്നൊന്നും അമ്മച്ചിക്ക് അറിയത്തില്ല. എന്നിട്ട് പറഞ്ഞു, അമ്മച്ചി, ഞാൻ അമ്മച്ചിയെ ഒത്തിരി അധികമായിട്ട് വേദനിപ്പിച്ചു, അപ്പം മരിച്ചു പോയതാന്ന് തോന്നുന്നു. ഭയങ്കര പൈസ ടീമാണ്. എന്നിട്ട് പറയാം, നമ്മുടെ അവിടെ കിടക്കുന്ന വെറുതെ കിടക്കുന്ന അന്ന് വർഷങ്ങൾക്ക് മുമ്പ് 1.5 കോടി രൂപ മുടക്കി പണിത് ആ വീട്ടിലേക്ക് അമ്മച്ചി വെക്കുക. അമ്മച്ചി മകളുടെ കൂടുതലായിരുന്നു. അപ്പം മകളുടെ വീട്ടിൽ ഭയങ്കര സ്ട്രഗിൾ ആയതുകൊണ്ട്, വേദന ആയതുകൊണ്ട് അമ്മച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് എൻ്റെ അടുത്ത് വരുന്നത്. എന്താണെങ്കിലും എന്നോട് വിളിച്ച് പറയുകയാണ്, ഞാനിവിടെ നിന്ന് പറയുക കേട്ടോ, ഈ ചാപ്പലിൽ നിന്നുകൊണ്ട് പറയാ, 33 വർഷമായിട്ട് വീട് വിട്ടുപോയ മകന് ഈ അമ്മച്ചിയെ വിളിക്കാനായിട്ട് ആരാണ് നമ്പർ കൊടുത്തത്, ആരാണ് പ്രേരിപ്പിച്ചത്? അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് അത് ചെയ്തത്. അതാ മിറക്കിൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാ തമ്പുരാൻ. ഞാൻ ഒറ്റ നുണ പോലും പറയല. ഇവിടെ നിന്ന് എൻ്റെ മഹത്വത്തിനല്ല, കർത്താവിൻ്റെ മഹത്വത്തിനാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഈ ബലി അർപ്പിക്കുന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് പറയുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഇത് ഇന്നലെ ഞാൻ ചിറ്റടിയിൽ, മുണ്ടക്കയത്തിന് ഇപ്പോൾ ചിറ്റടിയിൽ ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ സംഭവം ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, വിശ്വസിക്കുന്നെങ്കിൽ കർത്താവ് ഇതിവിടെ പ്രവർത്തിക്കും, നിങ്ങളിൽ പ്രവർത്തിക്കും. അങ്ങ് പോയ പോക്കിന് ഒരു വ്യക്തി 1 വർഷമായിട്ട് അവൻ്റെ വൈഫ് പിണങ്ങിപ്പോയതാ, വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല, ഒരു അറിവുമില്ല. അവൻ ആ വചനത്തെ കയറി വിശ്വാസത്തിൽ അങ്ങ് പിടിച്ചു കേട്ടോ, അവൻ്റേതാക്കി പിടിച്ചു. അവൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഫോൺ വരികയാണ്. വിളിക്കുന്നതാരാ? 1 വർഷമായിട്ട് വിളിക്കാതെ പിണങ്ങിപ്പോയ അവൻ്റെ വൈഫ് വിളിച്ചിട്ട് പറയാ, ചേട്ടന് സുഖമാണോ, ഞാൻ വീട്ടിലേക്ക് വരാൻ പോവുക. എങ്ങനെ ഈ സംഭവം നടക്കുന്നത്? ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന സമയത്ത് ദൈവം അങ്ങ് പ്രവർത്തിക്കും. നിങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഇവിടെ കേൾക്കുന്ന ഈ വചനം, കർത്താവെ അതെനിക്കുള്ളത്, ഞാനങ്ങ് വിശ്വസിക്കുന്നതെന്ന് അങ്ങ് പറഞ്ഞേച്ചാൽ മതി. ഉള്ളിൽ അത് നിങ്ങളുടേതായിട്ട് മാറും. 2 പേര് കല്യാണം കഴിച്ചിട്ട് 8 വർഷമായിട്ട് കല്യാണം കഴിച്ചിട്ട് 8 വർഷം കൂട്ടുകാരികൾ ഒരുമിച്ച് കല്യാണം, പിള്ളേരില്ല. അവരുടെ പ്രയർ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന സമയത്ത് കർത്താവ് ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തു, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞിനെ നൽകുന്നു. ആ സഹോദരി കണ്ണീരോടുകൂടി അവർ അതങ്ങ് സ്വീകരിച്ചു. അടുത്ത വർഷം 1 വർഷം മിച്ചം കഴിഞ്ഞപ്പോൾ 2 പേര് കൂട്ടുകാരികൾ 2 പേരും കുഞ്ഞുങ്ങളില്ലാത്തവരെ ഓരോ കുഞ്ഞുമായിട്ട് വരിക സാക്ഷ്യം പറയാൻ വേണ്ടി. അവരോട് ചോദിച്ചു, ഒരാളോട് ചോദിച്ചു, നിങ്ങളല്ലേ കുഞ്ഞുങ്ങളില്ലാത്ത, നിങ്ങളോടല്ലേ മെസ്സേജ് പറഞ്ഞെന്ന്. അടുത്തുനിന്ന് പുള്ളിക്കാരത്തി പറഞ്ഞു, കുഞ്ഞിനെ കൊടുക്കുന്ന കർത്താവിൻ്റെ വചനം പോയപ്പോൾ ഞാനത് കയറി പിടിച്ചെൻ്റെ വയറ്റിലോട്ട് കൈവച്ചെന്ന്. ഹല്ലേലൂയ. അതേ വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം കേട്ടോ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളുടെ അകത്തും പുറത്തും കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വന്ന് തൊടാൻ പോവുകയാണ്.
നിങ്ങളുടെ നാവിലുള്ള സ്തുതിപ്പിൻ്റെ ശക്തി ഇപ്പോൾ വർദ്ധിക്കാൻ പോവുകയാണ്. കൈയുടെ അടിക്കുന്ന ആ ശക്തി ഇപ്പോൾ വർദ്ധിക്കാൻ പോവുകയാണ്. ഇരിക്കുന്ന ഇടത്ത് നിന്ന് അനുഗ്രഹിച്ചിട്ട് എഴുന്നേൽപ്പിച്ച് വിടുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഞങ്ങൾ കാണുക 32 വയസ്സോളം പ്രായമുള്ളൊരു സഹോദരി, അവരുടെ ഭർത്താവ് KSEB ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. പോസ്റ്റിൽ കയറി കഴിഞ്ഞപ്പോൾ അപകടം പറ്റി താഴെ പോയി മരിച്ചു. ഏറ്റുമാനൂരെ സംഭവം നടക്കുന്നത്. അപ്പോൾ ആ KSEBക്കാർ പറഞ്ഞു, ഇവരുടെ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾ ഒരു 10-12 ദിവസത്തെ എങ്ങാണ്ട് ഒരു എന്താ പരിശീലനം, എന്താ ഒരു ക്ലാസ് ഉണ്ട്, അതിന് വരുവാണെങ്കിൽ ഓഫീസിൽ നിങ്ങൾക്കൊരു ജോലി തരാം. അവർ ഹോണ്ട ആക്റ്റീവ ഓടിച്ചുകൊണ്ട് ഏറ്റുമാനൂർ ടൗണിൽ കൂടെ പോകുമ്പം ഇവരെ വന്ന് വേറൊരു വണ്ടി വന്നിടിച്ച് ആ പെൺകുട്ടിയുടെ ഈ കഴുത്തിന് താഴോട്ടും തളർന്നുപോയി. ഇതിങ്ങനെ കിടക്കുകയാണ്, വീട്ടിൽ കിടക്കുക. ഇതിൻ്റെ ശരീരത്തിൽ ഈച്ച വന്ന് തൊട്ട് കഴിഞ്ഞാൽ നരകം കാണുമെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരോ കൊണ്ടുപോയി, ഒരു ബന്ധത്തിലുണ്ടായിരുന്ന ആരോ കൊണ്ടുപോയി നമ്മുടെ അവിടെ നടക്കുന്ന ഈ ശുശ്രൂഷയുടെ, മിറക്കിൾസിൻ്റെ, ഹീലിങ്ങിൻ്റെ ഇത് കാണുന്ന സമയത്ത് അവൾ പറഞ്ഞു, ഈ ശുശ്രൂഷ എവിടെ നടക്കുന്നാലും എനിക്ക് അവിടെ പോകണം. ചിറ്റടിയിലെ ഈ ശുശ്രൂഷയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അവൾ, മുണ്ടക്കയത്തിൻ്റെ ഇപ്പുറത്ത്. അവിടെ വന്ന് നിങ്ങൾക്ക് കേൾക്കണോ, 6 മണിക്കൂർ കൊണ്ടാണ് ഏറ്റുമാനൂരിന്ന് ഒരു ആംബുലൻസ് വിളിച്ചിട്ട് ആ ആംബുലൻസിൽ 6 മണിക്കൂർ കൊണ്ടാണ് ഈ ചിറ്റടിയിൽ ഈ മലങ്കര കത്തോലിക്ക പള്ളിയിൽ കൊണ്ടുവന്ന് ഈ പെൺകുട്ടിയെ കിടത്തുന്നത്. ഹല്ലേലൂയ. കാരണം ഈ വണ്ടി സ്പീഡ് വിടത്തില്ല. ഇത് ഓടിച്ചുകൊണ്ട് വന്നൊരു ചെറുപ്പക്കാരനാണ്. നിങ്ങൾക്ക് കേൾക്കണോ, അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ സഹോദരിക്ക് കണ്ണ് മാത്രം ഈ ചലിപ്പിക്കാം, വാ ചലിപ്പിക്കാം, ഇതിൻ്റെ താഴോട്ട് ചലിക്കത്തില്ല. അവരിങ്ങനെ ഒരു കട്ടിലേ കിടക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി കരങ്ങൾ വെച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകുവാനായിട്ട് അവിടെ കൂടുന്ന ജനം ഒന്നിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സഹോദരി ഇത് കിടന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മലങ്കര കത്തോലിക്ക പള്ളി, സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയുടെ ആ സൈഡിൽ കിടന്ന കട്ടിലിൽ കിടന്ന പെൺകുട്ടി ഒരു കൊച്ചെഴുന്നേറ്റ് ഓടുന്നത് പോലെ ആ പള്ളിക്കത്തോടെ ഓടി. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഈ കൈയടിച്ച് ആരാധിക്കുന്ന ആരെയാണെന്നറിയാവോ? അഖിലാണ്ടത്തെ സൃഷ്ടിച്ച തമ്പുരാനെയാണ് കൈയടിച്ച് ആരാധിക്കുന്നത്. ഞാൻ കർത്താവിൽ അമിതമായിട്ട് വിശ്വസിക്കുകയാണ്, തമ്പുരാനിൽ അമിതമായിട്ട് വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുൻപ് അപസ്മാരത്താൽ പിടിപെട്ട് രാവിലെയും വൈകുന്നേരവും അപസ്മാര രോഗമുണ്ടായിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. നിങ്ങൾക്കറിയാം, അപസ്മാര രോഗത്തിന് യഥാർത്ഥത്തിൽ അത് ഹീലാകുന്ന സംഭവമില്ല. ഇതിനെ കൺട്രോൾ ചെയ്യാനല്ലാതെ ഹീലാകിയല്ല രോഗം. അതിൻ്റെ ഒരു കാരണം അത് പൈശാചികമാണ്. ചിലത് പല വിധത്തിലുള്ള ഇതുണ്ട്. എൻ്റെ അമ്മ വിശ്വാസത്തോടു കൂടി എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരാൻ ആരെ വേണേലും കർത്താവിന് ഉപയോഗിക്കാൻ പറ്റും. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഒരിക്കൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ ഇറങ്ങി വന്നു. 34 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന അപസ്മാരം എന്ന് പറയുന്ന മാരക രോഗത്തെ പരിശുദ്ധാത്മാവ് ചീന്തിക്കളഞ്ഞു. ഡോക്ടർമാർ പറയുന്ന അങ്ങനെ രോഗത്തിന്റെ കണിക പോലും, ഒരു ലക്ഷണം പോലും ഈ ശരീരത്തില്ലെന്ന്. നസ്രാന യേശുവാണ് എന്നെ സൗഖ്യപ്പെടുത്തിയത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അഭിഷേകം കർത്താവ് തുറക്കുന്നേ. വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇരുട്ടിനെ ഭയമുണ്ടായിരുന്ന, വെളിച്ചത്തെ ഭയമുണ്ടായിരുന്ന, രക്തം കണ്ട ഭയക്കുമായിരുന്ന, ഇടിമിന്നലിനെ ഭയക്കുമായിരുന്ന, കൊടുങ്കാറ്റിനെ ഭയക്കുമായിരുന്ന, രാത്രി പുറത്തിറങ്ങാൻ ഭയമുണ്ടായിരുന്ന എൻ്റെ മേൽ 3-4 ചെറുപ്പക്കാർ, ജീസസ് യൂത്തിലെ 3-4 പേര് വന്ന്, നിങ്ങൾ ഓർക്കണം, ചെറുപ്പക്കാരുടെ മേൽ കർത്താവിൻ്റെ അസാധാരണമായ പദ്ധതികളുണ്ട്. അവരെന്നെ നടുക്കിരുത്തി ഒരുമിച്ചിരുന്ന് കൈയടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പാട്ട് പാടുമ്പോൾ, പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുമ്പോൾ എല്ലാം മറന്ന് കൈയടിക്കണം. വിടുതലിൻ്റെ ഏറ്റവും ശക്തമായ സമയമാണത്. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുടത്തിൽ നിന്ന് വെള്ളം ഒഴിച്ചാലെന്ന പോലെ എൻ്റെ ശിരസ് മുതൽ പാദം വരെ വേർത്തൊഴുകാൻ തുടങ്ങി.
20 അടിയോളം പൊക്കമുണ്ടായിരുന്ന ഒരു കറുത്ത രൂപം എൻ്റെ ചങ്കിൻ്റെ അകത്തുനിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അന്ന് മുതൽ കർത്താവിൻ്റെ ശക്തിയാൽ നിറയപ്പെടാൻ തുടങ്ങി. 2 പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനായിട്ട് മുട്ടടിച്ച് വിറയ്ക്കുന്ന ഭയമുണ്ടായിരുന്ന എൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ കൊല്ലം ജില്ലയിലെ മൊതാക്കര എന്ന് പറയുന്ന ആ പട്ടണത്തിലെ ലത്തീൻ പള്ളിയിൽ നിന്നുകൊണ്ട് 3000-ഓളം ജനങ്ങളോട് പ്രസംഗിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ധൈര്യപ്പെടുത്തി. എൻ്റെ നാവിനെ തൊട്ടു, അവൻ്റെ അഭിഷേകം ഇറങ്ങി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിൻ്റെ മഹിമയാൽ ഞാൻ പറയാം, കർത്താവിൻ്റെ മഹത്വത്തിന് പറയാം. ഒരു ഡെലിവറൻസ് പ്രെയർ പോലും നടത്തേണ്ട, ഒരു സമൂഹത്തിൽ കയറി എന്ന് ചുമ്മാ ഒന്ന് സ്തുതിപ്പിച്ചാൽ മതി, അവിടെ കെട്ടിയിട്ടിരിക്കുന്ന പിശാച് അലറിക്കൊണ്ട് അകന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അനേകം കുടുംബങ്ങളിൽ കയറുന്ന പ്രാർത്ഥിക്കുന്ന സമയത്ത് കുടുംബത്തിനെ കെട്ടിയിരുന്ന മന്ത്രവാദത്തിൻ്റെ, ആഭിചാരത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗങ്ങളുടെ പിശാചുകൾ നേരിട്ട് ഇറങ്ങിപ്പോകുന്ന കണ്ടിട്ടുണ്ട്. എന്താ കാരണം? ഞാൻ ഏത് വേദനയിലാണോ ബുദ്ധിമുട്ടിയത് അതെനിക്ക് കർത്താവ് വരമാക്കി തന്നു. നിങ്ങൾ ഏത് വേദനയിലാണ് സങ്കടപ്പെടുന്നത്, എന്തിനാലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്, എന്താണ് നിങ്ങളുടെ കുടുംബത്തിന് അസ്വസ്ഥതയുണ്ടാക്കുന്നത്, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആ സ്പിരിറ്റുകൾ പുറത്തു പോവുകയും അതേ അവസ്ഥയിലുള്ളവർക്ക് വിടുതൽ കൊടുക്കാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളുടെ സഹനങ്ങളെ വരമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒന്നോട് പറഞ്ഞേ, ഹല്ലേലൂയ. എന്നോട് ആൾക്കാർ പറഞ്ഞു, ശത്രു പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. അമ്മത്രേസ്യ പറയുന്നുണ്ട്, നീ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിന്റെ കൂട്ടാരാന്ന് നോക്കണമെന്ന്. നീ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിന്റെ കൂട്ടാരാ. നമ്മുടെ കൂട്ട് ഭയങ്കരമാകട്ടോ, നമ്മളെ തളർത്താം, ഉയർത്താം. കൂട്ട് ശ്രദ്ധിക്കണം, കൂട്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം പറയാ, വിവേകിയോട് കൂടി നീ നടന്നാൽ നീയും വിവേകിയായി മാറും, വിശുദ്ധനോട് കൂടി നടന്നാൽ നീയും വിശുദ്ധയായി മാറും. എന്താണോ നിങ്ങളുടെ കൂട്ടായ്മ അതാണ് നിങ്ങളിലേക്ക് പകരപ്പെടുന്നത്. കൂട്ടിനെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഗറ്റീവ് പറയുന്നവരെ മാറ്റാൻ പറ്റുന്ന ഒരു അഭിഷേകമില്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ മിണ്ടാൻ പോകരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പ്രാർത്ഥിച്ചാൽ മതി. കാരണം എന്താണെന്നറിയോ, ഇച്ചിരി കഴിയുമ്പം അവരൊരു ദുഃഖം പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ കൗൺസിലിങ്ങിന് പോയാലെന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഈ വരുന്നത് മുഴുവൻ നെഗറ്റീവ് അടിക്കുന്നത് നിങ്ങളുടെ നാവിലുണ്ടല്ലോ. എന്നെ ശ്രദ്ധിച്ചോണം കേട്ടോ, നിങ്ങളുടെ നാവിൽ. അപ്പം ചാന്ന് വായിച്ച സുഭാഷിതങ്ങൾ 18:21 വായിച്ച സുഭാഷിതങ്ങൾ 18:21. സുഭാഷിതങ്ങൾ 18:21. നോക്കിയേ, നാവിനെ കുറിച്ച് പറയുന്നതാ. എന്നെ നോക്കിയേ, ജീവനെ, മനുഷ്യന്റെ ജീവനെ നശിപ്പിക്കാനും പുലർത്താനും ഈ 250 ഗ്രാമിന് പറ്റുന്ന. ജീവനും മരണം എവിടെ ഇരിക്കുന്നേ? ആരുടെ നാവില്? നമ്മുടെ നാവില്, നിങ്ങളുടെ നാവില്. ജീവനും മരണം എവിടെയാണ് ഇരിക്കുന്നത്? എൻ്റെ നാവിൽ, എൻ്റെ നാവിൽ, എൻ്റെ നാവിൽ, നിങ്ങളുടെ നാവിലാണ് ഇരിക്കുന്നത്. വാക്ക് ശ്രദ്ധിച്ചോണം കേട്ടോ, വാക്ക് ശ്രദ്ധിച്ചോണം. നിങ്ങൾ നെഗറ്റീവ് മുഴുവൻ പറഞ്ഞിട്ടൊരു ഓഫീസിലൊന്ന് കയറി ചെന്ന് നോക്കി, ആ സംഭവം നടക്കുകയില്ല. കാരണം വാക്ക് വീഴുന്നത് നമ്മുടെ ശരീരത്തിലാണ്. എനിക്ക് ഈ ക്ലാസ് എടുക്കണമെങ്കിൽ ഒരു 10-12 ദിവസം എങ്കിലും തന്നെങ്കിലേ ഇതൊരു ഏതാണ്ടൊന്ന് എത്തിക്കാൻ പറ്റുള്ളൂ. ആ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഭൂമിയിൽ നിൽക്കത്തില്ല, നിങ്ങളുടെ റേഞ്ച് വേറെ ലെവലായി മാറും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനും മരണം എവിടെ ഇരിക്കുന്നു? നാവിലിരിക്കുന്നു. ഇനി നോക്കണേ, നിങ്ങളുടെ ശരീരത്തിലേക്ക് ജീവനെ വിളിച്ചു കയറ്റാൻ പറ്റും, രോഗത്തെ വിളിച്ചു കയറ്റാൻ പറ്റും, രോഗത്തെ ഇറക്കി വിടാൻ പറ്റും നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ. സുഭാഷിതങ്ങൾ 16:24 ഞാനത് അങ്ങ് പറഞ്ഞേക്കാം. സദ്വാർത്ത ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു, അത് തേനേക്കാൾ മാധുര്യമുള്ളതാണ്. ആ സദ്വാർത്ത ശരീരത്തിന് ആരോഗ്യം കൊണ്ടുവരും. നല്ല വാർത്ത എന്തുകൊണ്ടൊരു ശരീരത്തിന് ആരോഗ്യം. ഇനി നോക്കണേ, ഈ സുഷുമ്നാ നാഡീവ്യൂഹം മുഴുവൻ നമ്മുടെ നാവ് എന്ത് പറയുന്നോ അത് ശരീരം മുഴുവൻ സ്വീകരിക്കും എന്നാണ് പറയുന്നത്. ഹാർട്ടിലേക്ക് ആ വാക്ക് വരും, ലങ്സിലേക്ക് ആ വാക്ക് വരും, തലച്ചോറിലേക്ക് ആ വാക്ക് വരും, കിഡ്നിയിലേക്ക് ആ വാക്ക് വരും, നട്ടലിലേക്ക് ആ വാക്ക് വരും. നിങ്ങൾ പറയുന്ന വാക്ക് നമ്മുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളിലും വർക്കൗട്ട് ആകാൻ തുടങ്ങും. അതുകൊണ്ടാണ് ചങ്കിനോട്ട് അടിക്കരുതെന്ന് പറയുന്നത്. അപ്പം തന്നെ ഒരു പവർ പുറപ്പെട്ട് കഴിഞ്ഞു. നെഗറ്റീവ് പറയുമ്പോൾ വെളിപാട് പുസ്തകം 16:13 പറയും, നെഗറ്റീവ് പറയുന്നവരുടെ വായിൽ നിന്ന്
തവളകൾ പോലുള്ള അശുദ്ധാത്മാക്കൾ ആ സ്ഥലത്തേക്ക് പ്രവഹിക്കുക. നെഗറ്റീവ് പറയുമ്പോൾ അശുദ്ധാത്മാക്കൾ പോലുള്ള തവളകൾ ആ നാവിൽ നിന്ന് പ്രവഹിക്കുന്ന നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്ക്. എന്നാൽ പോസിറ്റീവ് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ജീവനായിട്ട് നിങ്ങൾ എവിടെ നിന്ന് പറയുന്നോ അവിടേക്ക് മുഴുവൻ പ്രവഹിക്കാൻ തുടങ്ങുന്ന. ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്തത് നിങ്ങൾ ലോകത്തിൽ ജീവൻ കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നത്. നിങ്ങളൊരാളോട് സംസാരിച്ചിട്ട് അയാൾ തളരുവാണോ ചെയ്തത്, എഴുന്നേറ്റ് ഓടുവാണോ ചെയ്തത്? ഉത്തരം എന്നോട് പറയണ്ട. ഇന്ന് ചെല്ലുമ്പോൾ, വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് സംസാരിക്കുന്ന വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപകടം പിടിച്ചതാ ഈ വാക്ക്, അപകടം പിടിച്ചതാ ഈ വാക്ക്. മരിച്ച ലാസറിനോട് കർത്താവ് പറഞ്ഞത് ലാസറെ പുറത്തു വരാനാ പറഞ്ഞത്, വാക്കാ പറഞ്ഞത്. പത്രോസിയെ മരിച്ചു കിടക്കുന്ന തബീത്തായോട് പറഞ്ഞ തബീത്ത എഴുന്നേക്കാനാ പറഞ്ഞത്, വാക്ക്. നാവിൻ്റെ ശക്തി, നാവിൻ്റെ ശക്തി. വെള്ളിയാമറ്റം, തൊടുപുഴയ്ക്ക് പുറത്ത് വെള്ളിയാമറ്റം എന്ന പള്ളിയിൽ ഞാനൊരു ഏകദിന കൺവെൻഷൻ നടത്തുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ട്യൂമർ ഉള്ളവരെല്ലാം സൗഖ്യപ്പെടാൻ പോവുകയാണ്. യൂട്രസിൽ, തലയ്ക്കകത്ത്, കയ്യിൽ, പുറത്ത്, ബ്രസ്റ്റിലൊക്കെ അവർ കൈവക്കി. 17 ചേച്ചിമാർ കൈ ഉയർത്തി. ഒരു ചേച്ചിയുടെ തല 3 ട്യൂമറായിരുന്നു, അകത്തും പുറത്തുമായിട്ട്. കർത്താവ് അത് അനൗൺസ് ചെയ്ത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ അതിനെ കർത്താവ് മുറിച്ച് കളയുമെന്ന് പറഞ്ഞു. തപ്പി നോക്കും 17 പേരുടെ ശരീരത്തിൽ നിന്ന് ട്യൂമർ അപ്രത്യക്ഷമായിപ്പോയി. എന്താണ് ഇത്? ഹല്ലേലൂയ. ഇത് നമ്മുടെ നാവിന് ഈ ശക്തി ദൈവം തന്നിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നത് പിശാചന. അതിനവൻ ഈ സീരിയലിലെ കാര്യം പറയും, ഇലക്ഷൻ്റെ കാര്യം പറയും, അടുത്ത വീട്ടിലെ കുറ്റം പറയും, സ്വന്തം വീട്ടിലെ കുറ്റം പറയും, ശപിക്കാൻ തുടങ്ങും. ആ ശക്തി ചോർത്തി കളഞ്ഞു പിശാച്. പിന്നെ നിങ്ങൾ എത്ര മണിക്കൂർ മുട്ടുമേ നിന്നോ, വീട്ടിലിരിക്കുന്ന 150 നോവേന പുസ്തകമില്ലേ, പ്രാർത്ഥനാ പുസ്തകമില്ല, 150 ധ്യാന സെൻ്ററിലെ, അത് മുഴുവൻ പ്രാർത്ഥിച്ചാലും ഗതി പിടിക്കുകയില്ല. അതേസമയം കിടന്നുറങ്ങിക്കണം. നാവിൻ്റെ ശക്തി പോയെന്നേ. പിന്നെ കുമ്പസാരിച്ചോണം. കുമ്പസാരിച്ച് നല്ലവണ്ണം വചനവും വായിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ ശക്തിയാണ് നിറയ്ക്കുന്നത്. നാവിന് മേലുള്ള അധികാരം കർത്താവ് തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെഹിയോൻ മാളികമുറി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്തിൻ്റെ രൂപത്തിലാണ് വന്നത്? തീനാവിൻ്റെ രൂപത്തിൽ, നാവിൻ്റെ രൂപത്തിലാണ് വന്നത്. നാവിന് ദൈവം അത്രമാത്രം പവർ കൊടുക്കുന്നു. ഇത്രയും കൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുക കേട്ടോ. ഹല്ലേലൂയ. എനിക്ക് 2-3 ദിവസമെങ്കിലും ധ്യാനത്തിൽ വെച്ച് ഇത് പറഞ്ഞ് ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉയർച്ചയെക്കുറിച്ചും, ഈ ക്ലാസ് കഴിഞ്ഞാൽ ആ നിമിഷം 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞാൽ പിന്നെ അവരുടെ അനുഗ്രഹങ്ങൾ കർത്താവ് ഡാം തുറക്കുന്ന പോലെ തുറക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ സമയം പരിമിതി നിന്നുകൊണ്ട് ചെയ്യണം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നല്ലൊരു പാട്ട് പാടി കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒന്നുകൂടി നമുക്ക് ആരാധിക്കാം. കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന ഈ സമയത്ത് ഒന്ന് കൈ ഉയർത്തിക്കേ, ഒന്ന് കൈ ഉയർത്തി ശക്തമായിട്ടൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയണമേ, നിറയണമേ, നിറയണമേ. അഭിഷേക് പോരാ, ഇത്രയും ശബ്ദമൊന്നും പോരാ കേട്ടോ. ഉണർവോടുകൂടി സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ നാവിനെ തൊടണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ആത്മാവിനെ തൊടണമേ, മനസ്സിനെ തൊടണമേ, ശരീരത്തെ തൊടണമേ. സകല രോഗങ്ങളും കർത്താവെ മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം തുറക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലുപദേമേ മഹതം കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൈയടിച്ചുകൊണ്ട്, കൈകൾ നല്ല ശക്തമായിട്ട് കൈയടിച്ചുകൊണ്ട്, ഏറ്റവും നല്ല ശക്തി കൈയടിച്ചുകൊണ്ട് കർത്താവിനെ പാടി ആരാധിക്കാം. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ, നിന്നിൽ അനുഗ്രഹ പൂമഴ ദൈവം ചൊരിയും. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ, നിന്നിൽ അനുഗ്രഹ പൂമഴ ദൈവം ചൊരിയും. ആഹാ എൻ്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ ഇന്നു നിറഞ്ഞിടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഒരുമിച്ച് നമ്മൾ ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് സ്തുതിക്കുമ്പോൾ അസാധാരണമായൊരു ജീവൻ നമ്മളിലേക്ക് തുറക്കപ്പെടുകയാണ്. സകല സങ്കടങ്ങളും മാറിപ്പോവുകയാണ്.
അസാധ്യമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെ കർത്താവ് സാധ്യമാക്കിയാണ്. സാമ്പത്തിക മേഖലയിൽ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകിയ ഈ ആരാധിക്കുന്ന സമയത്ത് സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ, നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ, നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ ഇന്നു നിറഞ്ഞിടട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എനിക്ക് സാക്ഷികളായി മാറും. പേരുവാരുന്ന പത്രോസിനെ സഭയുടെ മാർപ്പാപ്പായാക്കി മാറ്റിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെയും ഷിഫ്റ്റ് ചെയ്യും. ആട്ടിടനായിരുന്ന ദാവീദിനെ രാജാവാക്കി മാറ്റിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പരാജയപ്പെട്ട ജീവിതത്തെ ഉന്നത നിലയിലേക്ക് ഉയർത്തും. ആഗ്രഹിച്ച് പാടിക്കേ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. സ്തുതിച്ചു പാട് നീ കണ്ണുനീരോടെ, നിന്റെ ദൈവം നിനക്ക് നീതി നടത്തിത്തരും. സ്തുതിച്ചു പാട് നീ കണ്ണുനീരോടെ, നിന്റെ ദൈവം നിനക്ക് നീതി നടത്തിത്തരും. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ ഇന്നു നിറഞ്ഞിടട്ടെ. ആത്മാവാ ദൈവമേ, ഞങ്ങളുടെ ഈ സമൂഹത്തെ ഉണർത്തുന്നതിനെ ഓർ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞങ്ങളുടെ കൈകളടിച്ച് ഞങ്ങളെ അങ്ങേ ആരാധിക്കുമ്പോൾ അസാധാരണമായ വിടുതലുകൾ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ഈ ദേശത്ത്, ഈ ധ്യാന സെന്ററിൽ അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ആഗോള കത്തോലിക്ക സഭ മുഴുവൻ ആത്മാവിന്റെ വലിയ അഭിഷേകത്തെ നിറയട്ടെ. ശക്തമായിട്ട് ഉണർവിന്റെ ശക്തി തുറക്കപ്പെടട്ടെ. സ്തുതിച്ചു പാട് നീ എളിമയോടെ, നിന്റെ കരം പിടിച്ച് ദൈവം നിന്നെ ഉയർത്തും. സ്തുതിച്ചു പാട് നീ എളിമയോടെ, നിന്റെ കരം പിടിച്ച് ദൈവം നിന്നെ ഉയർത്തും. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ ഇന്നു നിറഞ്ഞിടട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഒരു കൈ ഉയർത്തിയൊന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേലുണ്ടെന്നൊന്ന് പറഞ്ഞേ. ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചേ, ഞാൻ പരാജയപ്പെടുകയില്ലെന്ന് പറഞ്ഞേ. കർത്താവ് എന്നെ വിജയിപ്പിച്ചിരിക്കുന്നെന്ന് പറഞ്ഞേ. അസാധാരണമായ ശക്തിയായി ഞാൻ നിറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞേ. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ടുണ്ടല്ലോ, നിങ്ങളുടെ കരം തലയിലേക്ക് വെച്ചിട്ട് പറഞ്ഞിട്ടുള്ള മുഴുവൻ നെഗറ്റീവ് വാക്കുകളും പോസിറ്റീവായിട്ടുള്ള വചനം പറഞ്ഞിട്ട് അതിനെ ഡിലീറ്റ് ചെയ്ത് കളയണം. ഒന്നുകൂടി പറയാണ്, നിങ്ങൾ ഈ നാളുകളിൽ എപ്പോഴും സംസാരിക്കാൻ തുടങ്ങി ആ സംസാരിച്ച മുഴുവൻ വാക്കുകൾ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ കിടപ്പുണ്ട്. അത് കിടക്കുന്നത് കൊണ്ടാണ് അനവധി രോഗങ്ങൾ പോലും നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മാറിയാലാത്തതിൻ്റെ കാരണം. നിങ്ങൾ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം. അനുഗ്രഹിച്ച് നിങ്ങളെ തന്നെ അനുഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒന്ന് വലത് കൈ ഒന്ന് തലയിൽ വെച്ചാൽ ഞാനെന്താ ഒന്ന് പറയാം. കർത്താവായ യേശുവേ, എന്നിലേക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി ഒഴുക്കണമേ. ഹല്ലേലൂയ. എൻ്റെ മനസ്സിലേക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി ഒഴുക്കണമേ. വചനം അയച്ച് എന്നെ സൗഖ്യപ്പെടുത്തണമേ. സ്വർഗത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും എനിക്ക് നൽകണമേ.
എന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. എന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. എൻ്റെ ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു. എൻ്റെ ഭാവി ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും രോഗബന്ധനങ്ങളും യേശുനാമത്തിൽ എന്നിൽ നിന്ന് അഴിഞ്ഞു പോയിരിക്കുന്നു. സഭയോട് ചേർന്ന് ശ്ലൈഹീയ അധികാരത്തോട് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ നെഗറ്റീവുകളും എന്നിൽ നിന്ന് പൊട്ടിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് കുറേ സമയം പ്രാർത്ഥിക്കണം കേട്ടോ. ആ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ജീവൻ ശരീരത്തിലൂടെ ഒഴുകുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹല്ലേലൂയ. നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഒരു 10 മിനിറ്റ് വരെ ഒരാളുടെ കുറ്റം പറഞ്ഞു നോക്കിയേ, നിങ്ങൾ വായിക്കട്ടെ വിടുന്ന കാണാൻ തുടങ്ങും. കാരണം ശരീരത്തിലേക്ക് ക്ഷീണം വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ്, മനസ്സ്, ശരീരം, ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മകളെല്ലാം അങ്ങോട്ട് ഭയങ്കര പവറാകാൻ തുടങ്ങും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അവിടെ നിങ്ങൾ എത്തും. നിങ്ങൾ ആരാകണമെന്ന് ചിന്തിക്കുന്നു അവിടെ നിങ്ങൾ എത്തിയിരിക്കും. ദൈവത്തിൻ്റെ വചനം അത് പറയുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതായിത്തീരും. നിങ്ങൾ എവിടെ എത്തണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നോ അവിടെ ആയിത്തീരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടാകുമ്പോൾ ചെറിയ ലക്ഷ്യമൊന്നും ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഒരു വിളി പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. കാണുന്ന കുഞ്ഞുങ്ങളെയെല്ലാം കാണുമ്പോൾ ഒന്ന് അങ്ങ് അനുഗ്രഹിച്ച് അങ്ങ് പ്രാർത്ഥിച്ചേക്കണം. വീട്ടിലെ കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അത് ചെറിയ രീതിയിലൊന്നും അനുഗ്രഹിക്കരുത്. പ്രസിഡൻ്റായിട്ടും പ്രധാനമന്ത്രിയായിട്ടും അച്ഛനായിട്ടും സിസ്റ്റേഴ്സായിട്ടും ഒക്കെ അങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. വീണാ വീഴും. ചിലർ ചോദിക്കുക സംഭവിച്ചില്ലെങ്കിലോ? സംഭവിച്ചാലോ? ചുമ്മാ അങ്ങ് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി വന്നിട്ട് പറഞ്ഞു, നിസ്സാര സംഭവങ്ങൾ പറഞ്ഞ് ഉടക്കാൻ തുടങ്ങും. ചെറിയ വാക്കുകൾ പറയുന്ന അവസാനം 2 പേരോടെ പറഞ്ഞു ഭയങ്കര അലമ്പാകും വീട്ടിൽ. ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് പിശാചൊന്നുമല്ല. പിശാച് ഉണ്ടായിരിക്കും അതിൻ്റെ അകത്ത്. ഞാൻ പറഞ്ഞു, ഉറക്കം വരുന്ന സമയം വരെ വെള്ളം കോരി വെച്ച് കിടന്നോളാം. എന്നിട്ട് ഉറങ്ങാറാകുമ്പോൾ അങ്ങ് തുപ്പിക്കളഞ്ഞാൽ മതി. ഇതിന് പ്രാർത്ഥനയൊന്നും ആവശ്യമില്ല. ഈ നാവിനെ നമ്മൾ തന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് കേട്ടോ. പരിശുദ്ധാത്മാവ് അതിനുള്ള ശക്തി തരുവുള്ളൂ. ഹല്ലേലൂയ. എഴുതി വെക്കണം. പ്രാർത്ഥനകൾ ഉച്ചത്തിൽ പാടണം. പാട്ട് പാടുമ്പോൾ ഉച്ചത്തിൽ അങ്ങ് പാടണം. എനിക്ക് ചിലപ്പം ചില സമയത്ത് ഭയം ഉണ്ടാകാറുണ്ട്, വിശ്വാസം കുറഞ്ഞു പോകാറുണ്ട്. ആ സമയത്ത് ഞാൻ എന്നോട് തന്നെ രോഗസൗഖ്യത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ വാക്കുകൾ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങും. എന്നോട് തന്നെ പ്രസംഗിക്കാൻ തുടങ്ങും. കാരണം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലുമാണ് വരുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. നിങ്ങളോട് തന്നെ കേൾക്കത്തക്ക രീതിയിലാണ് വചനം വായിക്കേണ്ടത്. നിങ്ങൾ വീടുകളിലുണ്ടല്ലോ ഈ മൊബൈലൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഈ വചനമെല്ലാം അങ്ങോട്ട് ഓൺ ചെയ്തങ്ങ് ഇട്ടേക്കണം. നമ്മൾ പോലും അറിയാതെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ പോലും അറിയാതെ രോഗങ്ങൾ മാറിപ്പോയിക്കൊണ്ടിരിക്കും. മദർ തെരേസ വൈദ്യശാസ്ത്രം കൈവിട്ട 220 രോഗികളുടെ മുന്നിൽ കൊണ്ടുപോയി മദർ രോഗികളെ കഴുകുന്നതും അവരുടെ പഴുപ്പെല്ലാം ഞെക്കിക്കളയുന്ന, മരുന്ന് വെക്കുന്നു, അവരെ കുളിപ്പിക്കുന്നു, അവരെ ഉമ്മ വെക്കുന്നു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ 220 രോഗികൾ സൗഖ്യം പ്രാപിച്ചെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. എന്താ കാരണം? അവരുടെ മനസ്സിലേക്ക് ആ സ്നേഹത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ചിന്ത കയറാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയാം, കിടക്കുന്നതിന് മുൻപ് വചനത്തിലെ സുവിശേഷത്തിലെ സൗഖ്യത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ഭാഗങ്ങൾ വായിച്ച് 15 മിനിറ്റ് വായിച്ചിട്ടേ കിടക്കാവുള്ളൂ. രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതുപോലുള്ള സൗഖ്യത്തിൻ്റേതും വിടുതലിൻ്റേതായിട്ടുള്ളൊരു വീഡിയോ കാണുകയോ ഒരു പ്രസംഗമൊക്കെ കേൾക്കുകയോ ചെയ്തിട്ട് രാവിലെ എഴുന്നേൽക്കാൽ. ഇങ്ങനെയാണ് പറയുന്നത്. അഭിഷേക ശുശ്രൂഷ എന്നവർ പറയുന്നത്, കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് കാണുന്നോ അത് ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഉണർവായിരിക്കും. അതേസമയം ഈ സീരിയലും കണ്ട് കലകത്തിൻ്റെയും ഭിന്നതയുടെയൊക്കെ വീഡിയോ കണ്ടുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഹാക്ഷീണമാണ്. രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ശക്തി വൈകുന്നേരം വരെ നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പം രാവിലെ കാണുന്നത് എന്താണോ അത് വൈകിട്ട് വരെ നമ്മുടെ ശരീരത്ത് വർക്കൗട്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ചെല്ലുമ്പോൾ നല്ല വീഡിയോകൾ കാണും, നല്ല സൗഖ്യത്തിൻ്റെ. ഇല്ലെങ്കിൽ 91, 120, നമ്മൾ 91 രക്ഷപ്പെടാൻ വേണ്ടി വായിക്കാറില്ലേ? എല്ലാവരും 91 വായിക്കാറുണ്ട് പേടിയുള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെയല്ല, 121, 91, 107, 117 ഒക്കെ സങ്കീർത്തനം എടുത്തങ്ങ് വായിക്കണം. അത് 10ഉം 12ഉം പ്രാവശ്യം വായിച്ച് നമ്മുടെ മനസ്സിനെ നിറയ്ക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അരവയറ് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. ഇല്ല, വയറ് നിറയുന്നത് വരെ കഴിക്കുന്നത്. അതുപോലെ തന്നെ മനസ്സ് നിറയുന്നത് വരെ വചനം വായിക്കണം. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി പുറപ്പെടാൻ തുടങ്ങും.
അത് വചനവും പരിശുദ്ധാത്മാവും നിറഞ്ഞു വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മളറിയാതെ തന്നെ സയൻസ് പറഞ്ഞിട്ടില്ലേ, ആൽഫ, ബീറ്റ, ഗാമ, തേറ്റ അങ്ങനെയുള്ള തരംഗങ്ങളുണ്ടെന്ന്. ആ തരംഗം പ്രാർത്ഥിക്കുന്നവരിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങും. വചനം നിറയുന്ന മനസ്സുകളിൽ നിന്ന് ഈ തരംഗം പുറപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് പത്രോസിൽ അഭിഷേകവും വചനവും വന്നു കഴിഞ്ഞപ്പോൾ നിഴലടിച്ചപ്പോൾ പോലും അതിൻ്റെ അകത്തോടെ ഈ ശക്തി പുറപ്പെട്ടതിൻ്റെ കാരണം. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിൽ നിങ്ങൾ പോയി ഇരിക്കുന്നിടത്തുനിന്ന് ഒരു വൈബ്രേഷൻ പോകുന്നുണ്ട് അടുത്ത വ്യക്തികളിലേക്ക്. അത് നെഗറ്റീവാണെങ്കിൽ അത് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കടക്കാരൻ, വെറുതെ നിന്ന കടക്കാരൻ പോലും നമ്മോട് എതിർക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഈ നെഗറ്റീവ് കിടക്കുക. ചുമ്മാ പോകുന്ന പട്ടി വരെ കുറച്ചുകൊണ്ട് കയറി വരും. കിടക്കുന്നത് ഇതാ, ഈ നെഗറ്റീവാ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ആത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നേരെ വരുന്ന രോഗത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, മരണത്തിൽ നിന്ന് പോലും ദൈവം രക്ഷിക്കും. അഭിഷേകത്താൽ നിറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ചാലക്കുടി ഭാഗത്തുനിന്നൊരു അച്ഛന് ഒരിടവകയെ ധ്യാനിപ്പിച്ചിട്ട് തിരിച്ചു വരിക. ഒരു ഊടുവഴിയാണ്, അവിടെ അധികം വണ്ടികളില്ല. അച്ഛൻ ഇങ്ങനെ ഒരു വെയിറ്റ് ഷെഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചാറ്റൽ മഴയുണ്ട്, ചെറിയ ഇടിമിന്നലുണ്ട്. നിങ്ങൾ കേട്ടണം കേട്ടോ, ഒരു നായ വന്ന് അച്ഛൻ്റെ ഈ ലോഹയെ കടിച്ച് വലിക്കാൻ തുടങ്ങി. അച്ഛൻ ആദ്യം കയ്യിൽ നിന്ന് കുട കൊണ്ട് ഓടിച്ചു. പിന്നെ ഈ 2-3 പ്രാവശ്യം വന്ന് ഈ കടിച്ച് വലിക്കുക ഇങ്ങോട്ട്. അങ്ങനെ പെട്ടെന്ന് അച്ഛൻ്റെ ഉള്ളിലൊരു ചിന്ത, ഒന്ന് ഓർക്കണേ, പരിശുദ്ധാത്മാവ് നയിക്കുന്ന നോക്കണേ. അച്ഛൻ പയ്യെ ഇറങ്ങിയായി ഇത് കടിച്ച് വലിക്കുന്നതിൻ്റെ അങ്ങ് പോവുക. ഒരു 40 സ്റ്റെപ്പ്, അച്ഛൻ പറയാൻ 40 മീറ്ററാണോ 40 സ്റ്റെപ്പാണെന്ന് അറിയില്ല. ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മിന്നൽ, ഒരു ഇടിവെട്ട്. അച്ഛൻ തിരിഞ്ഞ് നോക്കുമ്പോൾ നിന്ന് വെയിറ്റ് ഷർട്ട് മുഴുവൻ കത്തിപ്പോയി ഇടിവെട്ടിൽ. അഭിഷേകം വന്നാൽ നിങ്ങളെ മരണത്തിൽ നിന്ന് പോലും ദൈവത്തിന് രക്ഷിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഒരിക്കൽ കിടക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയി. വെളുപ്പാങ്കാലമായി കഴിയുമ്പോൾ കൊച്ചിങ്ങനെ വന്ന് എൻ്റെ മുറി വന്നിട്ട് ഇവളിങ്ങനെ അലറി കാറുക. അപ്പം എൻ്റെ വൈഫ് ചോദിച്ചു എന്നാ പറ്റിയെന്ന്. ഞാൻ നല്ല ഉറക്കത്തിലാണല്ലോ. ഈ ഒച്ച കേട്ടുകൊണ്ട് ഞാൻ പയ്യെ കണ്ണ് തുറന്നു. ഉറക്കം തെളിഞ്ഞു കഴിഞ്ഞപ്പം കൊച്ചിങ്ങനെ സ്റ്റക്കായി നിൽക്കുക. അതിന് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞപ്പോൾ അവൾ പറയാ, എൻ്റെ പുറത്ത് 20ഓളം വളയുള്ളൊരു വളകുഴപ്പം പാമ്പ് എൻ്റെ പുറത്തിങ്ങനെ വള കെട്ടിങ്ങനെ കിടക്കുക. ഇത് കണ്ടിട്ടാണ് ഇവള് കാർ ചെയ്ത്. അകത്ത് വസിക്കുന്ന തമ്പുരാൻ പറഞ്ഞ് തൊട്ടു പോകരുതെന്ന്. ഞാൻ നിങ്ങളോട് പറയാം, തമ്പുരാൻ പറയാതെ നിങ്ങളുടെ മേലൊരു ഇടിവെട്ടുണ്ടാകിയല്ല, ഒരു ഇടിമിന്നലുണ്ടാകിയല്ല, നിങ്ങൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരത്തില്ല. അഭിഷേകമുള്ള വ്യക്തിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഈ ഭൂമിയിൽ തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന പദ്ധതി പൂർത്തീകരിക്കാതെ ഒന്നിനും ഈ ഭൂമിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത്രയും പറഞ്ഞിട്ടും ചേച്ചിമാരുടെ മുഖമല്ല ഉപ്പിലിട്ട പോലെ ഇരിക്കുന്നത്. ആദ്യമായിട്ടൊന്ന് ചിരിക്കണം കേട്ടോ. ദയവ് ചെയ്ത് ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതിയിലധികം രോഗം പോകും. ചിരിച്ചു കഴിഞ്ഞാൽ ചിരിയെപ്പോലെ മരുന്ന്. പൗലോസേ പറഞ്ഞ എപ്പോഴും സന്തോഷിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതാ, ചിരിക്കുന്നവരുടെ അടുത്ത് എല്ലാം പിശാചിന് പേടിയാ. സത്യം. നിങ്ങൾ എന്ത് വിഷയം ഉണ്ടായാലും, ഞാൻ പറഞ്ഞു എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കരുത്. അല്ലാതെ നിങ്ങളൊരു വിഷയം ഉണ്ടാകും, പ്രതികൂലം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ചിരിക്കാൻ തുടങ്ങിക്കേ. പിശാചിനൊരു കാര്യം മനസ്സിലാക്കി, എന്നാ പറഞ്ഞാൽ ഇവൻ കർത്താവിൻ്റെ മുന്നിൽ ആനന്ദിക്കുന്നു. അതുകൊണ്ട് ഇവൻ വിട്ടുപോകും അവിടുന്ന്. ഹല്ലേലൂയ. പ്രാർത്ഥന കുറയ്ക്കുക, വചനം വായന കുറയ്ക്കുക, കുമ്പസാരം കുർബാനയും കുറയ്ക്കുക എന്നുള്ളതാണ് പിശാച് സഹനം വിട്ടു തരുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതേസമയം ആ സമയത്തും കർത്താവ് ഈ സഹനത്തിന് അപ്പുറത്ത് എന്തോ ഒരു വലിയ പദ്ധതി ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നന്ദി പറഞ്ഞങ്ങ് സ്തുതിക്കാൻ തുടങ്ങിയാൽ ആ പിശാച് അങ്ങ് വിട്ടുപോകും. അല്ലെങ്കിൽ ഏറ്റവും പിശാചിന് ഭയമുള്ളതും വെറുപ്പുണ്ടാക്കുന്നതും സഹനങ്ങളുടെ സമയത്ത് കർത്താവിനെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നതാണ്. സഹനങ്ങളുടെ സമയത്ത് കർത്താവിനെ നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവന് ഡെലിവറൻസ് പ്രെയർ ഒന്നും ഇല്ലാതെ അവൻ വീട്ടിൽ നിന്ന് പൊക്കോളും. കാരണം അവനൊരു കാര്യം മനസ്സിലായി, ഇവിടെ ഒന്നും ഏശിയല്ലെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ചേച്ചിമാരോട് പറയുന്നു, ചുമ്മാ ചിരിക്കണം കേട്ടോ, ചുമ്മാ ചിരിക്കണം. ഇനിയിപ്പം പുറത്തിറങ്ങി ചിരിക്കണ്ട, അകത്ത് കയറിയിട്ടാണെങ്കിലും വാതിലടച്ചിട്ടാണെങ്കിലും കുറേ സമയം ഒന്ന് ചിരിച്ചിട്ട് ഇറങ്ങി വന്ന് നോക്കിയേ. എന്തൊരു ഗ്രേസ് ആയിരിക്കും മുഖത്തെന്നറിയാവോ? കാരണം ഈ അകത്തുള്ള നിറവാണ് മുഖത്ത് കാണുന്നത്. ഞാൻ പല ചേച്ചിമാരെ ശ്രദ്ധിച്ചു, ഭയങ്കര മേക്കപ്പാണ്, ഭയങ്കര ഫെയറാണ്, ഭയങ്കര കളറാണ്. പക്ഷെ മുഖത്തേക്ക് നോക്കിയാൽ ഒനീഡയുടെ രൂപത്തെ നോക്കുന്നത് പോലെയാണ്. ഈ സങ്കടങ്ങളും വേദനകളും എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇവരൊന്ന് കുമ്പസാരിച്ചിട്ടും കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ഈ ലൂസിഫർ ഇപ്പുറത്ത് വന്നിട്ട് കർത്താവ് ഇവിടെ നിൽക്കുന്നത് പോലെയാണ്. അത്ര വ്യത്യാസമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നല്ലവണ്ണം കർത്താവിനെ ആരാധിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും ഒക്കെ വചനം വായിക്കുമ്പോഴൊക്കെ നിങ്ങൾ സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കയറണം. ദുഃഖിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല കേട്ടോ. സഹനത്തിലുള്ള സ്തുതിപ്പും പ്രാർത്ഥനയാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്.
കർത്താവ് നിങ്ങളെ ശക്തമായിട്ട് അഭിഷേകം ചെയ്യും. നിങ്ങൾ അതിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുക കേട്ടോ. സമ്പത്തൊക്കെ അതിൻ്റെ കൂടെ അങ്ങ് കർത്താവ് തന്നോളും. ആത്മാവിൻ്റെ വലിയൊരു നിറവിന് വേണ്ടി, ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കൈവെപ്പ് പ്രാർത്ഥനയുടെ ഒക്കെ സമയമാണ്. അനുഗ്രഹങ്ങൾ ഒഴുകുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവികാരണത്തിന്, പരിശുദ്ധ പരമാദിവികാരണത്തിന്, പരിശുദ്ധ പരമാദിവികാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവൻ്റെ ജീവനായ പൊന്നേശു തമ്പുരാനെ, അങ്ങ് ഞങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് ഇരുകരങ്ങളും നീട്ടിയാണല്ലോ. ഞങ്ങളുടെ മനസ്സിൻ്റെ സങ്കടങ്ങളും വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം അറിയുന്ന തമ്പുരാനെ, ഒരു തുറന്ന പുസ്തകം പോലെ ഞങ്ങളുടെ ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന തമ്പുരാനെ, ഞങ്ങളുടെ ഓർത്തോർത്തുള്ള ദുഃഖങ്ങളും നെടുവീർപ്പുകളും എല്ലാം കർത്താവെ അങ്ങേക്കറിയാം. ഈശോയെ, ഞങ്ങളെ ജീവിപ്പിക്കുന്നതും ജീവൻ തരുന്നതും നയിക്കുന്നതും കിടത്തുന്നതും ഉറക്കുന്നതും എഴുന്നേൽപ്പിക്കുന്നതും എല്ലാം അങ്ങാണല്ലോ. അങ്ങയുടെ ശക്തിയും ജീവനുമാണല്ലോ ഞങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകി നടക്കുന്നത്, ഞങ്ങളെ ചലിപ്പിക്കുന്നത്. അങ്ങയുടെ സ്നേഹവും കരുണയുമാണല്ലോ ഓരോ പ്രഭാതത്തിലും ഞങ്ങളെ ഉണർത്തുന്നതും ഉയർത്തുന്നതും. ദിവികാരനാഥനായ ഈശോയെ, രക്തസ്രാവക്കാരിയായ സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ട സമയത്ത് തന്നെ അവിടെ നിന്ന് ശക്തി പുറപ്പെട്ട് അവളെ സൗഖ്യമാക്കിയല്ലോ. ഇവിടെ വന്നിരിക്കുന്ന ആത്മീയവും മാനസികവും ശാരീരികവുമായി വിവിധ രീതിയിൽ രോഗബാധിതരായിരിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ ശക്തിക്ക് സൗഖ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. അങ്ങിൽ നിന്ന് പ്രകാശം എന്നതുപോലെ തന്നെ ശക്തി പരിശുദ്ധമായ ദേവാലയത്തിലും ഈ ലോകം മുഴുവനിലും നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അനേകം കൊടും പാപികളെ മഹാവിശുദ്ധന്മാരാക്കിയ പരിശുദ്ധനായ ദൈവമേ, ഇപ്പോൾ ആ പരിശുദ്ധി ഞങ്ങളുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും കുടുംബങ്ങളിലും നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആഗോള സഭ മുഴുവൻ ഞങ്ങളുടെ പരിശുദ്ധിയാൽ നിറയട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം മറന്ന് സർവശക്തിയോടും കൂടി അത്യുച്ചത്തിൽ മഹാശക്തിയോടുകൂടി അങ്ങേ സ്തുതിക്കുന്ന ഈ സമയത്ത് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ദിവികാരണമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും അല്പം കൂടി ശബ്ദമുയർത്തി സ്തുതിക്കാമോ? പുറകിലിരിക്കുന്നവരും ശബ്ദമുയർത്തി സ്തുതിച്ച് എല്ലാ സങ്കടങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ച്, സഹനങ്ങളെ ഓർ നന്ദി പറഞ്ഞ് സ്തുതിച്ച്, സാമ്പത്തിക പരാധീനങ്ങളെ ഓർ നന്ദി പറഞ്ഞ് സ്തുതിച്ച്, ഒറ്റപ്പെടലിനെ ഓർത്ത്, അവഗണനയെ ഓർത്ത്, തിരസ്കരണത്തെ ഓർത്ത്, ഉറങ്ങാനാവാത്ത സങ്കടങ്ങളെ ഓർത്ത്, ഒഴുകുന്ന കണ്ണുനീരിനെ ഓർത്ത്, പരാജയങ്ങളെ ഓർത്ത്, തകർച്ചകളെ ഓർത്ത്, വേദനകളെ ഓർത്ത്, രോഗങ്ങളെ ഓർത്ത് ശക്തമായിട്ട് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവികാരനാഥ, ഞങ്ങളെ ഓരോരുത്തരും തൊടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ സെന്ററിലുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ തൊടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തുള്ള യുവജനങ്ങളെ തൊടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ തൊടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാ അഭിഷേകത്തിനെയും നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാ സെമിനാരി ജീവിതങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരാജയപ്പെട്ടവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർച്ചയിലായിരിക്കുന്നവർക്ക് ഉയർച്ച നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരിക ക്ഷീണങ്ങളെ മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മാനസികമായ ക്ഷീണങ്ങളെ മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി ഉണർവുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സെഹിയോൻ മാളിക മുറുകെ ഇളക്കി മറിച്ച ദൈവത്തിന്റെ അഭിഷേകം ഇപ്പോൾ ഞങ്ങളുടെ മേൽ ഒഴുകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാ വേദനകളെ ഓർ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാത്രകളെ ഓർ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളെ ഓർ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താവേ, ഇസ്രായേലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇറാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങളെ, യുദ്ധത്തിനൊരുങ്ങുന്ന ലോകരാഷ്ട്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് അവിടെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവേ, സ്വർഗത്തിലെ ദൂതന്മാരെ അയച്ച് യുദ്ധങ്ങളെ ബന്ധിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു.
തകർന്നു പോകുന്ന മരിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വാഹന അപകടങ്ങളെ നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബോർഷനുകളെ നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികാര കൊലപാതകങ്ങളെ നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾ സൗഖ്യപ്പെടട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ശക്തിയാൽ നിറയട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയർന്ന രീതിയിൽ ഒരു അഭിഷേകം ഞങ്ങളുടെ ആത്മാവിൽ നിറയട്ടെ, കൈകളിൽ നിറയട്ടെ. ശക്തമായിട്ട് കൈയടിച്ച് ഇരട്ടി ഇരട്ടി കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ഓരോ കൈയടിയും ഇരട്ടി ശക്തി കൈയടിച്ച്, ഓരോ കൈയടിയും ഇരട്ടി ഉണർവോടുകൂടി കൈയടിച്ച്. ഈ കൈയടിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിലുള്ള ബന്ധനങ്ങൾ അഴിയും, മനസ്സിന്റെ ബന്ധനങ്ങൾ അഴിയും, ശരീരത്തിന്റെ ബന്ധനങ്ങൾ അഴിയും, ഉറക്ക ക്ഷീണങ്ങൾ മാറിപ്പോകും, രോഗങ്ങൾ മാറിപ്പോകും. ഉണർവോടുകൂടി കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ദിവികാന്റെ നാഥനെ ആരാധിച്ച് ഓരോ കയ്യടിയും ഇരട്ടി ശക്തി കൈയടിച്ച് മഹത്വം കൊടുത്ത് ആരാധിച്ച്. ഉണർവിന്റെ നാഥനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉണർവോടുകൂടി കൈയടിച്ച് ശക്തമായ ഒരു അഭിഷേകത്താല് ഈ ഗാനം പാടി കർത്താവിനെ ശക്തമായിട്ട് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടണം. ഈ സമയത്ത് തന്നെ എല്ലാ മേഖലയിലെ കെട്ടുകൾ കർത്താവ് അഴിക്കും, എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകും. സമാധാനത്തോടു കൂടി സ്വതന്ത്രമായി നല്ലവണ്ണം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താനുള്ള സമയമാണ്. ആരാധന ബന്ധനം അഴിയും, ആരാധന കെട്ടുകൾ അഴിയും, ആരാധന രോഗം മാറും, ആരാധന ക്ഷീണം മാറും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഈ സമയത്ത് വിടുതലിൻ്റെ സമയമാണ്. ബ്ലഡ് സർക്കുലേഷനൊക്കെ കർത്താവ് കാണിക്കുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത ശരീരത്തിലേക്ക് കർത്താവിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കർത്താവ് ഈ സമയത്ത് തുറന്നു വിടുന്നതായിട്ട് കർത്താവ് എന്നോട് പറയുന്നു. ഇതിൻ്റെ അസ്ഥി സംബന്ധമായ രോഗങ്ങളുള്ളവരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് എന്നോട് പറയുന്നു. തൈറോയിഡുകൾ നോർമലാകുന്നതായിട്ട് കർത്താവ് എന്നോട് പറയുന്നു. ആസ്മാറ്റിക് അലർജി രോഗങ്ങൾ കർത്താവ് ശരീരത്തിൽ നിന്ന് എടുത്തു കളയുന്നതായിട്ട് കർത്താവ് എന്നോട് പറയുന്നു. ക്യാൻസർ രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധിക്കാം. ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. അസാധാരണമായ രീതിയിൽ കർത്താവിൻ്റെ ശക്തി തുറക്കപ്പെടുന്ന സമയമാണിത്. എല്ലാം മറന്ന് കാലുകളൊക്കെ ഒന്ന് ചലിപ്പിച്ച് നൃത്തം ചെയ്തുകൊണ്ട് ദിവികാന്റെ നാഥനായ ഈശോയെ ഒന്ന് ആരാധിച്ച്. സങ്കടങ്ങളുടെ കാലം കഴിഞ്ഞുപോയി, വേദനകളുടെ കാലം നീങ്ങിപ്പോയി. ഏത് സഹനങ്ങളിലും കർത്താവിന് നന്ദി പറയാൻ തക്കവണ്ണമുള്ള ഒരു അഭിഷേകം ഇപ്പോൾ കർത്താവ് തുറക്കപ്പെടുകയാണ്. ദൈവത്തെ ഇവിടെ നിന്ന് ആരാധിച്ചാൽ നിന്റെ വീട്ടിൻ്റെ അകത്ത് കർത്താവ് പ്രവർത്തിക്കും. എല്ലാ കെട്ടുകളും കർത്താവ് തകർക്കും. അസാധാരണമായ അഭിഷേകം ഒഴുകും. ജീവന്റെ ജീവൻ നമ്മളിലേക്ക് തുറക്കപ്പെടുക. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യം. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ.
എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങേ ആരാധിക്കാനും സ്തുതിക്കുവാനുമായിട്ടാണ് അങ്ങ് ഞങ്ങളിവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ദൈവജനം ഒന്നുകിൽ സാന്നിധ്യം അളവില്ലാതെ കർത്താവിനെ ആരാധിക്കാം, വിശ്വാസത്തോടെ ആരാധിക്കാം, തുള്ളിച്ചാടി ആരാധിക്കാം, എല്ലാം മറന്ന് ആരാധിക്കാം. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മിശിഹായുടെ ഉള്ളവരെ, ഇന്നത്തെ സുവിശേഷം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കാണും. ഈശോ 3 പ്രാവശ്യം പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. അതിന് പല വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പ്രത്യേകിച്ച് ഈശോയുടെ സ്നേഹം കൊടുത്ത് ദൈവാനുഭവത്തിലേക്ക് നയിച്ച് ഇടയസ്ഥാനം പത്രോസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പലരും പറയാറുണ്ട്, എനിക്ക് ദൈവാനുഭവം ലഭിക്കുന്നില്ല. കൊന്ത ചെല്ലുമ്പോഴും ഖുർആൻ കാണുമ്പോഴും ഒന്നും ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ദൈവാനുഭവം കിട്ടുന്നില്ല. 2 കാരണമാണുള്ളത് എതിരായിട്ട് നിൽക്കുന്നത്. 2 യഥാർത്ഥത്തിൽ അഹങ്കാരം ഉള്ളവർക്കും നന്നായിട്ടുള്ളവർക്കും അശുദ്ധിയുള്ളവർക്കും ദൈവാനുഭവം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ള മറ്റൊരു സന്ദേശത്തിൽ ഞാൻ തരാം. ഇന്ന് ഞാൻ പറയുന്നത് എങ്ങനെ നമുക്ക് ദൈവാനുഭവം കിട്ടും. നമുക്ക് ദൈവാനുഭവം ലഭിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന ചിന്ത. ബുദ്ധിയിൽ വരും ചിന്ത, പക്ഷെ ബുദ്ധിയിൽ സാധാരണ സ്വാധീനമുള്ള ഈ തോന്നലാന്ന് നമ്മളോട് പറയും, നമ്മൾ സ്വീകരിക്കത്തില്ല. ഹൃദയത്തിൽ അനുഭവപ്പെടും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ചിന്ത. അത് 2ാമത്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ചിന്ത ഹൃദയത്തിൽ വരുമ്പോഴും ദൈവാനുഭവം ഉണ്ടാകും. 3ാമത്തേത്, ഞാൻ ദൈവനോട് കരുണ കാണിക്കുന്ന ചിന്ത ഹൃദയത്തിൽ വരുമ്പോൾ നമുക്ക് ദൈവാനുഭവം ലഭിക്കും. 4ാമത്, ഞാൻ മറ്റൊരു വ്യക്തിയോട്, ശത്രുവിനോട് പോലും കരുണ കാണിക്കുമ്പോഴത്തേക്ക്, ഞാൻ വെറുക്കുന്നവരും കരുണ കാണിക്കുമ്പോൾ ദൈവാനുഭവം ഉണ്ടാകും. ഈ 4 വിധത്തിലാണ് നമുക്ക് ലഭിക്കുക. ഇത് നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ ഒരു മാർഗം നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്കറിയാം, കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത് മുറിപ്പാടുകളിൽ നിന്ന്. അതിൻ്റെ മുറിവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു എന്ന് യേശയ്യാ 53:5 പറയുന്നുണ്ട്. അപ്പം മുറിവിൽ നിന്ന് കൃപ എഴുതുന്നുണ്ട്. എല്ലാ മുറിവിലും കൃപയുടെ നീർച്ചാലുകളാണ്. ഈ മുറിവിൽ നിന്ന് കൃപ മാത്രമല്ല, സ്നേഹം കിട്ടുന്നുണ്ട്, പരിശുദ്ധാത്മകളെല്ലാം കിട്ടുന്നുണ്ട്. എളുപ്പമാർഗം. നിങ്ങൾ ആദ്യം ഈശോയുടെ മുറിപ്പാട് ചുംബിച്ച പരിശുദ്ധ അമ്മയാണ്. അതുപോലെ നമുക്ക് ചുംബിക്കാൻ അവകാശം കിട്ടിയിട്ടുണ്ട്. ഈശോയുടെ മറിച്ചേരി മടി കിടത്തി മാതാവ് ഈ മുറിവെല്ലാം ചുംബിക്കുന്നുണ്ട്. ലേപനം ചെയ്ത അവസരത്തിൽ മാതാവ് കാൽപാതകളും മുട്ടുമൊക്കെ ചുംബിക്കുന്ന ആ സമയത്ത് എല്ലാ മുറിവിലും മാതാവ് ചുംബിച്ചു, സ്നേഹത്തോടെ സ്നേഹിച്ചുകൊണ്ടാണ്. ഞാനങ്ങനെ സ്നേഹിക്കുന്നുവെന്നും മാതാവ് പറഞ്ഞില്ല. ഏറ്റവും നല്ല പ്രാർത്ഥന ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന പ്രാർത്ഥനയാണ്. ഇനി കരുണ നമ്മൾ കാണുന്നുണ്ട്. ബൈബിൾ 2 പേര് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോയി, പ്രീശനും ചുങ്കക്കാരനും. പ്രീശൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടില്ലല്ലോ, അഹങ്കാരം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. തന്നെ പുകഴ്ത്തി ദൈവത്തോട് പറഞ്ഞതുകൊണ്ട് പ്രാർത്ഥന കേട്ടില്ല. എന്നാൽ ചുങ്കക്കാരനൊന്നും പറഞ്ഞില്ല, പാപം നേറ്റ് പറഞ്ഞില്ല. നെഞ്ചത്തടിച്ചോണ്ട് കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യനോട് കരുണയായിരുന്നു. അതായത് പറഞ്ഞു, അവന് കരുണ ലഭിച്ചു, സന്തോഷത്തോടെ വീട്ടിൽ പോവുകയും ചെയ്തു. അപ്പം ഈ കരുണ ലഭിക്കുന്നതിന് നമ്മൾ കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ 2 പ്രാർത്ഥന ഇപ്പം ചുരുക്കമായിട്ട് ഞാൻ ഒരു നിങ്ങൾ പറഞ്ഞുതരാം. ഈശോയുടെ 5 മുറിവുകൾ നിങ്ങൾ എടുത്താൽ മതി. മുറിവിൽ കൂടിയാണ് കരുണ ഒഴുകുന്നത്, കൃപ ഒഴുകുന്നത്, സ്നേഹം ഒഴുകുന്നത്. അപ്പോൾ 5 മുറിവ് പാദം ഒന്നായിട്ട് എടുത്താൽ മതി. ഒരാണിയിലല്ല തറച്ചിരിക്കുന്നത്. 1 ഹൃദയത്തിലെ മുറിവ്, 2 നെറ്റിയിലെ മുറിവ്, 3 ഈ മുൾമുടിയുടെ മുറിവാണ്, 3 2 കൈപ്പത്തിയിലെ മുറിവ്, 5 മുറിവുകൾ. നിങ്ങളെന്നെ പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ ഈശോയെ ഞാനൊക്കെ സ്നേഹിക്കുന്ന, ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഈശോയെ ഞാൻ പാപിയാണ്, എന്നോട് കരുണയായിരിക്കണമേ. ആ പ്രാർത്ഥന ആ ചുമക്കാരൻ്റെ പ്രാർത്ഥനയാണ്. ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്. 2 ഇഷ്ടപ്പെട്ട പ്രാർത്ഥന, ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്. ഈശോ ഞാൻ പാപിയാണ്, കരുണയായിരിക്കണമേ എന്ന് ആ പാദത്തിൽ ചുംബിച്ചോണ്ട് മാതാവ് ചുംബിച്ച പോലെ കേട്ടോ. ആ കാലൊക്കെ കെട്ടിപ്പിടിക്കാൻ മാതാവ് ഒരുപക്ഷെ ചുംബിച്ച പോലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പാപിയാണ്. ഈശോയുടെ കുരിശിലും മനസ്സിൽ കാണാം. അല്ലെ മാതാവ് ഈശോയുടെ മൃതശ മടിക്കെടുത്ത് കരയുന്ന ആ രൂപം, വ്യാകുലപാദൻ്റെ രൂപം മനസ്സിൽ കണ്ടാലും മതി. ആ രൂപത്തിൽ പോയി ഓടിച്ചെന്ന് ചുംബിക്കുകയൊന്നും വേണ്ട, ഇത് മനസ്സിൽ ചുംബിച്ചാൽ മതി. ഈശോ അടുത്ത് നിൽപ്പുണ്ട്. ഇത് ഭാവനയല്ല, ഈശോ തൊട്ടടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ പാദത്തിൽ ചുംബിച്ചുകൊണ്ട് ഈശോയെ ഞാൻ പാപിയാണ്, എന്നോട് കരുണയായിരിക്കണത്. ഹൃദയത്തിൽ നിന്ന് പറയണം, ബുദ്ധിയിൽ നിന്ന് പറയല്ലേ കേട്ടോ. 2ാമത് നമ്മൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കേണ്ടത്, ഈശോയെ ഞാൻ പാപിയാണ്, കരുണയാണ്. ഹൃദയത്തിൽ ചുംബിച്ചുകൊണ്ട്, ഹൃദയത്തിലെ മുറിപ്പാട് ചുംബിക്കും. 3ാമത് നെറ്റിയിലെ മുറിപ്പാട് ചുംബിച്ചുകൊണ്ട്, ഇവിടെ എല്ലാം ചുംബിക്കാം നെറ്റിയിൽ. 4ാമത് 2 കൈപ്പത്തിയിലും ചുംബിക്കുകൊണ്ട്. നമ്മൾ ചുംബിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈശോയുടെ രക്തം നമ്മളിലേക്ക് ഒഴുകും. ഈശോ രക്തം ഒഴുകും. ആ രക്തമാണ് നമ്മൾ വിശദീകരിക്കുകയും നമ്മുടെ പാപക്കറെല്ലാം കഴുകി നമ്മൾ വിശദീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഈശോ സ്നേഹിക്കുന്ന പ്രാർത്ഥനയല്ല. അതായത് ഓരോ മുറിവ് ചുംബിച്ചിട്ട് ഈശോ ഞാൻ ഇപ്പം കൃപ ലഭിക്കുമ്പോൾ സ്നേഹിക്കുന്ന പ്രാർത്ഥന എളുപ്പമാണ്.
പെട്ടെന്ന് സ്നേഹം ദൈവാനുഭവം കിട്ടും. ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്ന പ്രാർത്ഥന പാദത്തിൽ, ഹൃദയത്തിൽ, നെറ്റിയിൽ, ഈ 2 കൈപ്പത്തിയിലും ചുംബിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് സ്നേഹവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആ കാരുണ്യവും കിട്ടും. ഇത് നല്ല പ്രാർത്ഥനയാണ്. 1 മിനിറ്റ് കൂടുതൽ എടുക്കത്തില്ല. ഒന്നും നിങ്ങൾ ഇടയ്ക്ക് രാത്രിയിലും രാത്രി കിടക്കാൻ നേരത്തും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കി. പകൽ വല്ലപ്പോഴുമൊക്കെ നമ്മൾ ദൈവാനുഭവം കിട്ടുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ കിട്ടാൻ തുടങ്ങും. ദേശത്ത് പല പ്രാവശ്യം ഞാൻ വീട്ടിൽ കുത്തിയിരിക്കുമ്പോഴത്തേക്ക് വെറുതെ നമ്മൾ മൊബൈൽ കണ്ടും TV കണ്ടും സമയം കളയുന്നു. ഇത് 1-2 മിനിറ്റുള്ള ഒരു അത്ഭുത പ്രാർത്ഥനയാണ്. കൃപ കിട്ടുവാനുള്ള പ്രാർത്ഥനയാണ്, സ്നേഹം കിട്ടാനുള്ള പ്രാർത്ഥന, ദൈവാനുഭവത്തിൻ്റെ പ്രാർത്ഥനയാണ്, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥന. വളരെ ലളിതവും ബിബ്ലിക്കലുമായിട്ടുള്ള പ്രാർത്ഥന. അതിൻ്റെ ബിബ്ലിക്കൽ ബേസിസ് ഞാൻ പറഞ്ഞു തരുന്നുണ്ടായി. മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് കേട്ടോ. പിന്നെ അഹങ്കാരം, ശുദ്ധി എങ്ങനെ, അത് നീരാളി കടലിൽ ജീവിയാന്നൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് നശിപ്പിച്ച് കളി. അത് ഈ ആദ്യത്തെ പാപം അഹങ്കാരത്തെ, സാത്താൻ്റെ പാപം അഹങ്കാരം. 10-12 പാവങ്ങളുണ്ടാകുന്നുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം. 12 പാവങ്ങൾ. ഒരിക്കലും ദൈവത്തോട് ബന്ധം കിട്ടത്തില്ല, ആളുകളോട് ബന്ധം കിട്ടത്തില്ല, അവർക്ക് ഒരനുഭവം കിട്ടത്തില്ല, ഒരനുഗ്രഹം കിട്ടത്തില്ല. കംപ്ലീറ്റ് അഹങ്കാരം മാറ്റിക്കളയണം. രണ്ടാമത് അതുപോലെ അശുദ്ധി ഒരു നീരാളി തന്നെയാണ്. അത് നമുക്ക് തിന്മയിലേക്ക് നയിക്കാം. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ നിങ്ങളെ വരുമ്പോഴത്തേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അനുകരിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ദൈവാനുഭവം നൽകണമേ, നിൻ്റെ കരുണയോട് സ്നേഹം കൊണ്ട് ഇവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വന്നാൽ ഈശോ ഞാൻ പാപിയാണ്, എന്നോട് കരുണയായിരിക്കണേ, മുറി മനസ്സിൽ ചുംബിച്ചുകൊണ്ട് പോരെ. അതിനുശേഷം ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്ന പ്രാർത്ഥന ഇവിടെ നിങ്ങൾ വിളിച്ചു 2 മാറി ചൊല്ലാം കേട്ടോ. അങ്ങനെ നിങ്ങൾ വരുമ്പോഴത്തേക്ക് അനുഗ്രഹം ഞങ്ങൾക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തന്നെയാണ്. കർത്താവ്, ഈശോയും മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ സ്നേഹം കൊണ്ട് ഇവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ, നിൻ്റെ കരുണ കൊണ്ട് നിറയ്ക്കണമേ. ഇവർക്ക് ഇനി മുതൽ ദൈവാനുഭവത്തിൽ ജീവിക്കാൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ നിൻ്റെ മുറിപ്പാട് ചുംബിച്ച് നിൻ്റെ കരുണ സ്വീകരിക്കുവാനായിട്ടും കുടുംബത്തിലേക്ക് പകരുവാനും നിൻ്റെ സ്നേഹം സ്വീകരിച്ച് കുടുംബം മക്കൾക്ക് എല്ലാവർക്കും അയൽക്കാർക്കെല്ലാം കൊടുക്കുവാനും ദൈവാനു ജീവിക്കുന്ന മക്കളായി തീർന്നുകൊണ്ട് അനുഭവിക്കുവാനുള്ള കൃപാവരം ഇവർക്ക് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് നിൻ്റെ നാമത്തിൽ അനുഗ്രഹം ആശീർവദിക്കുന്നു. പരിശുദ്ധൻ 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 കരുതുന്ന വിധങ്ങളോർത്താ നന്ദിയാലുള്ളം നിറഞ്ഞിടുന്നേ. എന്നെ നടത്തുന്ന വഴികളോർത്താ ആനന്ദത്തിനശ്രു പൊഴിഞ്ഞിടുന്നേ. എന്നെ കരുതുന്ന വിധങ്ങളോർത്താ നന്ദിയാലുള്ളം നിറഞ്ഞിടുമേ. എന്നെ നടത്തുന്ന വഴികളോർത്താ ആനന്ദത്തിനശ്രു പൊഴിഞ്ഞിടുമേ. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. നാളെല്ലാം നന്ദിയാ പാടിടും. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസിൻ നാളെല്ലാം നന്ദിയാ പാടിടും. ആപത്തുകളിൽ നിന്ന് ഞങ്ങളുടെ ജീവനെയും വീഴ്ചകളിൽ നിന്ന് ഞങ്ങളുടെ കാലിനെയും സംരക്ഷിച്ച ഞങ്ങളുടെ രക്ഷകനായ കർത്താവേ, അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അങ്ങയുടെ കരുണയും സ്നേഹവുമാണ് അവിടുത്തെ ആത്മാവിലൂടെ ഞങ്ങളിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എടുക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതുമെല്ലാം അങ്ങയുടെ കരത്തിൻ്റെ തണലിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ മാറിൽ ചാരിക്കിടക്കുമ്പോൾ അങ്ങയുടെ സ്നേഹം ആവോളം ഞങ്ങളിലേക്ക് ചൊരിയുന്നു.
അങ്ങയുടെ കരുണയാൽ ഞങ്ങളുടെ കരം പിടിച്ച് മുന്നോട്ട് നടത്തുന്നു. ഞങ്ങൾ ഒത്തിരി അങ്ങയെ സ്നേഹിക്കുന്നു ഈശോയെ. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പാപക്കുഴിയിൽ ഞാൻ താണിടാതൻ പാദം ഉറപ്പുള്ള പാറമേൽ നിർത്തി പാടാൻ പുതുഗീതം നാവിൽ തന്നു. പാടും സ്തുതികൾ എന്നേശുവിനാ. പാപക്കുഴിയിൽ ഞാൻ താണിടാതൻ പാദം ഉറപ്പുള്ള പാറമേൽ നിർത്തി പാടാൻ പുതുഗീതം നാവിൽ തന്നു. പാടും സ്തുതികൾ എന്നേശുവിനാ. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. നന്ദിയാൽ പാടിടും. നന്ദിയാൽ പാടിടും. ജീവനായ കർത്താവേ, ഞങ്ങളുടെ ജീവനാൽ ഞങ്ങളെ അങ്ങ് പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നല്ല തമ്പുരാനെ, അങ്ങയുടെ ആണിപ്പഴുള്ള കരം ഞങ്ങളെ പൊതിയുന്നതിനെയോർ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൻ്റെ മഹാനദിയായ തമ്പുരാനെ, ഞങ്ങളിലേക്ക് ഞങ്ങളുടെ സ്നേഹം അളവില്ലാതെ ഒഴുകുന്നതിനായിട്ട് നന്ദി പറയുന്നു. കാരുണ്യത്തിൻ്റെ നിറകടമേ, അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ പൊതിയുന്നതിനെ ഓർ നന്ദി പറയുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.